أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ അറിയുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപരിചിതമല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന പ്രത്യേകത അവന്റെ റൂഹാണ്. അത് മുസ്ലിമുകൾക്ക് മാത്രമല്ല ആ റൂഹ്, ആദമിന്റെ സന്തതികളായി ജനിച്ചവർക്ക് മുഴുവനും ആ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വക, പരിശുദ്ധമായ റൂഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഫനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്റെ റൂഹാണ് ഞാൻ മനുഷ്യനിൽ ഉദിയിക്കുന്നത് എന്ന്. എന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരത്തിനും നിയന്ത്രണത്തിനുമുള്ള റൂഹ്. ഒരു മനുഷ്യൻ ഒരു റൂഹ് വീതം അല്ലാഹു തആല നിർമ്മിക്കുകയും ആ റൂഹുകൾക്ക് വേണ്ടി ഒരു ലോകം തന്നെ അല്ലാഹു സംവിധാനിക്കുകയും ആ ലോകത്ത് റൂഹുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ തുടക്കക്കാരനെ നിർമ്മിച്ചത് ഒരു പിടി മണ്ണുപയോഗിച്ച്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നാം മനുഷ്യരെ നിർമ്മിച്ചെടുത്തു. ആ നിർമ്മാണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യമുള്ള ഒരു രൂപവും ആ രൂപത്തിന് വ്യക്തമായ സന്തുലിതത്വവും ഏർപ്പെടുത്തി. തസ്വിയ സുമ്മ സവ്വാഹ്. മനുഷ്യന്റെ ഉൽപ്പത്തി നിർമ്മാണത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയാണ്. എന്താണ് തസ്വിയത്ത്? മനുഷ്യനെ പോലെ സൗന്ദര്യമുള്ള സൃഷ്ടി ആരാണുള്ളത്? മനുഷ്യനെ പോലെ ഇത്രയും അജീബായ, ഇത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടി വേറേതാണുള്ളത്? അല്ലാഹു തആല മനുഷ്യ നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ തസ്വിയത്ത് ഇന്ന് വരെ മാറിയിട്ടില്ല. തസ്വിയത്ത് എന്താ? കണ്ണ്, രണ്ട് കണ്ണ് എവിടെയാണോ അത് വെക്കേണ്ടത് എന്ന് അല്ലാഹു തീരുമാനിച്ചത് അവിടെ തന്നെ ഇപ്പോൾ ഉള്ളത്. എത്രമാത്രം മനുഷ്യൻ പുരോഗതി പ്രാപിച്ചാലും അള്ളാഹുവിന്റെ ഈ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് തമാശക്കും കൂടി ഇടമുറുക വരെ പറഞ്ഞിട്ടില്ല. എന്ത് പിച്ചുമ്പേയും പറയുന്ന ഇടമുറകാണ്, അല്ലെങ്കിൽ എ ടി കോവൂർ കേരളക്കാർക്ക്. അയാളെ കൂടി പറഞ്ഞിട്ടില്ല ഈ കണ്ണ് ഇവിടെ ആയത് ശരിയായില്ല, അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറെടെങ്കിലും വെക്കാൻ മോഡേൺ സയൻസുകാർ ശ്രമിക്കണം എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. മൂക്ക് ഇവിടെ അത് ശരിയായില്ല, മൂക്കിന് രണ്ട് ദ്വാരത്തിൽ ഒരു ദ്വാരം അവിടെ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ദ്വാരം വേറെ എവിടെയെങ്കിലും കൊടുത്ത നല്ല സൗകര്യമായനെ ലോകത്തിന്നവരാരും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് ചെവി ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് ശരിയായില്ല, ഒരു ചെവി അവിടെ നിന്നോട്ടെ, ഒരു ചെവി വേറെ എവിടെയെങ്കിലും നിന്നെങ്കിൽ നല്ല സുഖേനെ കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ തസ്വിയത്ത് വ്യക്തവും സൂക്ഷ്മവും സുരക്ഷിതവുമാണ്. ചോദിച്ചല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ കറത്തൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയ ഫഹുവ ഹസീർ. റഹ്മാനായ അല്ലാഹുവിന്റെ നിർമ്മാണത്തിൽ നിങ്ങൾക്കൊരു തരത്തിലുള്ള വൈരുദ്ധ്യവും കണ്ടെത്താൻ കഴിയില്ല. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ നിർമ്മാണത്തിൽ വൈവിധ്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. സൗന്ദര്യമായ മനോഹരമായ വൈവിധ്യങ്ങൾ. അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപത്തിന് സന്തുലിതത്വം നൽകി അവന്റെ കസ്റ്റഡിയിൽ അത് അവൻ നിശ്ചയിച്ച സമയം കാത്തിരുന്നു. എന്നിട്ട് വനഫഖ ഫീഹി മിർ റൂഹിഹി,
ഒന്നാമത്തെ വ്യക്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്പർ ഇട്ട് വെച്ച ആ റൂഹ് ആ ഒന്നാമത്തെ വ്യക്തിക്ക് നൽകി. അയാൾക്ക് ആദം എന്ന് അല്ലാഹു പേരിട്ടു. അല്ലേ? ഖുർആനല്ലേ? സൂറത്തുൽ ബഖറ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാര്യങ്ങൾ ചെയ്തതായിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നത് തികച്ചും അഭൗതിക ലോകത്താണ്. ആലമുൽ ഗൈബ്, അഭൗതിക ലോകം. അഭൗതികം എന്ന വിശേഷണം മഖ്ലൂക്കിനുള്ളതാണ്. അതൊരിക്കലും ഖാലിഖിന്റെ വിശേഷണമായി കൂടാ. ഇടക്കാരോ പറയുന്നത് കേട്ടു, സൃഷ്ടികൾ മുഴുവനും ഭൗതികവും അല്ലാഹു അഭൗതികവുമാണ് എന്ന്. വല്ലാഹി ജഹാലത്താണ്. അഭൗതികം എന്നത് മഖ്ലൂക്കിന്റെ സിഫത്താണ്. അത് ഖാലിഖിന് സംഭവിച്ചുകൂടാ. അഭൗതിക സൃഷ്ടി എന്നത് സൃഷ്ടികൾക്കുള്ള സിഫത്താണ്. ആ സിഫത്ത് ഖാലിഖിന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലും ഇൽഹാദ് ചെയ്യലാണ്. അത് പറഞ്ഞിട്ട് എല്ലാം ഭൗതികമാണ്. മലക്കളും ഭൗതികം, സ്വർഗവും ഭൗതികം, ഹൂറുല്യങ്ങളും ഭൗതികം, എല്ലാം ഭൗതികം. അഭൗതികം എന്ന് പറയാൻ പറ്റുന്ന അള്ളാഹുവിനെ മാത്രമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ. അങ്ങനെയാണെങ്കിൽ ആലിമുൽ ഗൈബി വശഹാദ നമ്മൾ എന്താ അർത്ഥം വെക്കേണ്ടത്? ആലിമുൽ ഗൈബ്, അഭൗതികത അറിയുന്നവൻ, വശഹാദ, ഭൗതികത അറിയുന്നവൻ. അപ്പോൾ അഭൗതികവും ഭൗതികവും മഖ്ലൂക്കാൻ, അതിന്റെയും അപ്പുറത്താണ് അല്ലാഹ്. മനസ്സിലാകുന്നത്? അഭൗതികം എന്നത് മഖ്ലൂക്കിന്റെ വിശേഷണമാണ്, ഭൗതികം എന്നത് മഖ്ലൂക്കിന്റെ വിശേഷണമാണ്. അത് അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ. ആകാശത്തെ നിർമ്മിച്ചവൻ അല്ലാഹ്, ഭൂമിയെ നിർമ്മിച്ചവൻ അല്ലാഹ്. ആലിമുൽ ഗൈബ്, ഗൈബിനെ അറിയുന്നവൻ അല്ലാഹ്. എന്നുവെച്ചാൽ അല്ലാഹനെ അറിയുന്നവൻ അല്ലാഹ് എന്നാണ് അർത്ഥം വെക്കേണ്ടത്. അർത്ഥം വെക്കേണ്ടത് ആലിമുൽ ഗൈബ്, ഗൈബിനെ അറിയുന്നവൻ, അഭൗതികതയെ അറിയുന്നവൻ അല്ലാഹ്. വശഹാദ, ഭൗതികതയെയും അറിയുന്നവൻ അല്ലാഹ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിപരമായി തികച്ചും അഭൗതികമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീര നിർമ്മാണത്തെ സംബന്ധിച്ച് ഭൗതികവാദികൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായത്. ചിലർ പറഞ്ഞു ചിമ്പാൻസിയുടെ വാല് പോയിട്ടുണ്ടായതാണെന്ന്, ചിലർ പറഞ്ഞു പരിണാമത്തിലൂടെ ഉണ്ടായതാണെന്ന്, ചിലർ പറഞ്ഞു കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള വ്യത്യസ്തമായ കാലങ്ങളുടെ പരിവർത്തന വിധേയമായി ഉണ്ടാക്കിയ മാറ്റിത്തിരുത്തലിന്റെ അവസാനത്തെ ജീവിയാണെന്ന്. എന്തെല്ലാം പിരാന്താ പറഞ്ഞത്. അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമ്മളും. എന്തിന്? നമ്മുടെ കയ്യിൽ രേഖയുണ്ടല്ലോ, വഹയിന്റെ രേഖ. വഹയിന്റെ ഇൽമ് സൂക്ഷിപ്പുകാരായ നാം സങ്കല്പങ്ങളെ പിന്തുടരേണ്ടവരാണോ? ഭാവനകളെ ഫോളോ ചെയ്യേണ്ടവരാണോ? ജുനസറക്കളെ സംബന്ധിച്ചിടത്തോളം വഹയിന്റെ ഇൽമിൽ മാറ്റത്തിരുത്തൽ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. നമുക്കെന്തിന്റെ ആവശ്യമാണ്? ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് വെച്ച് ആദമിന്റെ നിർമ്മാണം നടന്നതിന് ശേഷം ആദ്യമായിട്ട് അല്ലാഹു തആല ചെയ്തത് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയാണ്. അല്ലേ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമിന് അല്ലാഹു തആല പ്രാഥമിക വിദ്യാഭ്യാസം നൽകി. എവിടുന്ന്? പൊന്നാനിന്ന്. എവിടുന്ന സുഹൃത്തുക്കളെ? ഭൂമിയിലെത്തിയിട്ടില്ലല്ലോ കക്ഷി. ഖുർആനല്ലേ പറയണത്? ആകാശത്തിൽ വെച്ച് മസ്കനുഹുമുസ് സമാവാത്ത്, മലക്കുകളുടെ താമസ സ്ഥലം ആകാശമാണ്. അവിടെ വെച്ചാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണം നടന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന ഉത്കൃഷ്ട സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണം നടന്നത് ആകാശലോകത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അസ്തിത്വപരമായി അവന്റെ തുടക്കം അഭൗതികമാണ്. അതുകൊണ്ടാണ് ഖുർആനും ഹദീസും പറഞ്ഞു തരുന്നത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പൂർവികനെ കണ്ടെത്താൻ വേണ്ടി ഭൂമിയിൽ അന്വേഷിക്കേണ്ടതില്ല. കാരണം മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണം നടന്നത് ആകാശത്തിലായതുകൊണ്ട് ഭൂമിയിൽ അവന്റെ പൂർവികനെ കണ്ടെത്താൻ മെനക്കെടുന്നത് ജഹാലത്താണ്, വിവരക്കേടാണ്. മനുഷ്യന്റെ പൂർവികൻ അയ്യടാ കേട്ടിട്ടില്ലേ പറഞ്ഞത്? ഏതാണ് മനുഷ്യന്റെ പൂർവികൻ? ആരാണ്? ആകെ കൊള
ജഹാലത്ത് പഠിച്ചു വെച്ചിരിക്കുകയല്ലേ സയൻസിന്റെ പേരും പറഞ്ഞിട്ട്. ആരാണ് സഹോദരന്മാരെ മനുഷ്യന്റെ പൂർവികൻ? മനുഷ്യൻ അങ്ങനെ ഒരു പൂർവികനില്ല. മനുഷ്യന്റെ തുടക്കക്കാരൻ ആദമാണ്. ആദമിന്റെ പൂർവികനെ കണ്ടെത്താൻ എവിടെ അന്വേഷിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ ശരീര നിർമ്മാണം നടത്തി, അതിന് തസ്വിയത്ത് നൽകി, അതിൽ അല്ലാഹു തആല ആദമിന് വേണ്ടി ഏർപ്പാടാക്കിയ റൂഹും നിക്ഷേപിച്ചു. മനുഷ്യ സൃഷ്ടിപ്പിലെ ഒന്നാമത്തെ കക്ഷി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് നിർമ്മിച്ചു. അസ്ബാബിന്റെ ഇൽമുകളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഭൗതിക വിദ്യയുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇത് പഠിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളാണ്. അതിന് അസ്ബാബിന്റെ ഇൽമ കൊണ്ട് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുകയില്ല. ദുനിയാവിൽ തന്നെ അഭൗതിക സംവിധാനങ്ങളെ ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു ഗ്ലാസ് പച്ചവെള്ളം തണുപ്പിക്കണം, ഒരു ഗ്ലാസ് പച്ചവെള്ളം തണുപ്പിക്കണം, ഐസ് വെള്ളാക്കണം, എന്താ ചെയ്യണ്ടേ? ഫ്രിഡ്ജിൽ വെക്കണം. അതൊരു ഇൽമാണ്. ഒരു 100 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളോട് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയോ? എന്തുകൊണ്ട്? അന്നാ ഇൽമില്ല. ഇന്ന് പിള്ളേർ വരെ പറയില്ലേ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം തണുക്കുമെന്ന്? വെള്ളം തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെക്കണമെന്ന ഇൽമ കിട്ടാൻ ഒരുത്തൻ മുഅ്മിനാകണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ബാബിന്റെ ഇൽമ ആമ്മാക്കി വെച്ചിരിക്കുകയാണ്. അത് ഏത് മനുഷ്യർക്കും അല്ലാഹു തആല നൽകും. ഏത് മതക്കാർക്കും അല്ലാഹു തആല അറിവ് നൽകും. ഹിദായത്ത് അതിന് ഷർത്തില്ല. ഹിദായത്ത് വ്യവസ്ഥയാക്കാത്തത് കൊണ്ട് ഒരു മുസ്ലിമിന് ഡോക്ടറാവാം, ഒരു ഹിന്ദുവിന് ഡോക്ടറാവാം, ഒരു ക്രിസ്ത്യാനിക്ക് ഡോക്ടറാവാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഡോക്ടറാവാം. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അവരെ ഡോക്ടറാക്കുന്നത്? ആ പഠിക്കുന്ന ഇൽമിന് അല്ലാഹു ഹിദായത്ത് ഷർത്താക്കാത്തത് കൊണ്ട്. അപ്പൊ പിന്നെ അറിവിന് ബന്ധം ആരുമായിട്ടാണ്? ഇൻസാനിയത്തുമായിട്ടാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഇൻസാനിയത്ത് എന്ന വിശേഷണവുമായിട്ടാണ് ഇൽമിന് ബന്ധം. അപ്പോൾ മനുഷ്യൻ ആദമിന്റെ മക്കളായി ജനിച്ചവർക്കെല്ലാം അല്ലാഹു തആല ഈ ഇൽമു നൽകുന്നതാണ്. അതിന് പ്രത്യേക തൗഫീഖൊന്നും വേണ്ട. ആദമിന്റെ മക്കളായി ജനിച്ചാൽ മതി. ജിന്നിന്റെ മക്കൾക്ക് അത് ബാധകമാണോ? ബാധകമാണ്. ഒരു ജിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞിട്ട് വന്നു. അയാൾ പറഞ്ഞു ഞാൻ ജിന്നാണെന്ന്. ജിന്നാണ് എന്ന് അയാൾ പറഞ്ഞിട്ടത് ജിന്നാണ് എന്ന് നമുക്ക് വിശ്വസിക്കണമെങ്കിലുള്ള ഷർത്ത് എന്താണ്? നെയിം ബോർഡോ, കുടുംബബന്ധം ചോദിക്കലോ, DNA ടെസ്റ്റോ? ഒരു ടെസ്റ്റും നടക്കൂല. റസൂലുള്ളാഹി തങ്ങൾ പറയണം അത് ജിന്നാണെന്ന്. അതിന് റസൂലുള്ളാഹി ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പിന്നെ ഇനി ആരാ പറയണ്ടേ? നമ്മുടെ സദസ്സിലേക്ക് ഇപ്പോൾ ഒരാൾ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, മൗലവി സാഹേബ് ഞാൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ആലിമാൻ, എനിക്ക് 1/2 മണിക്കൂർ നസീഹത്ത് ചെയ്യാൻ അവസരം തരണം. നമ്മൾ എന്ത് നയം സ്വീകരിക്കണം? നീ ജിന്നാണെന്നതിന് തെളിവെന്താണ്? ഞാൻ പറഞ്ഞത് തന്നെ ഇല്ല. നീ ജിന്നാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ നീ ജിന്നാണെന്ന് പറയണം. ഇല്ലെങ്കിൽ നീ മനുഷ്യനാണ്. നീ പാമ്പിന്റെ കൊലത്ത് വന്നാൽ നീ പാമ്പാണ്, ഞങ്ങൾ അടിച്ചു കൊന്നിട്ട് കുഴിച്ചിടും. കേസെടുക്കാൻ ശരീരത്തിൽ വകുപ്പില്ല. ഉണ്ടോ? ഒരാള് വന്നൊരു നാട്ടില് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നേരോ, നല്ല കാണാൻ ചുങ്കുള്ളൊരു ചെക്കൻ, ഒരാൾ പരിചയപ്പെട്ടു. നീ എവിടെയാണോ? ഞാനിവിടെയൊന്നും അല്ല. പിന്നെ ഞാൻ ജിന്നിന്റെ ലോകത്തുനിന്ന് വന്നതാ. നിന്റെ പേരെന്താ? എൻ്റെ പേര് തംലീഖ. സ്റ്റൈല് പേരാ, ജിന്നിൻ്റെ അല്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, നീ പെണ്ണ് കിട്ടുന്നോ? ആ, സ്ത്രീകളൊന്നും തരാൻ പറ്റൂല, വേണ്ട. ഖത്തീബ് സാഹിബ് പോയിട്ട് ചോദിച്ചു, ഖത്തീബ് സാഹിബ് എൻ്റെ മോക്കൊരു പുതിയ പെണ്ണ് കിട്ടിയിട്ടുണ്ട്, ആള് ജിന്നാണ്, ശരീഅത്തിൽ വല്ല വകുപ്പുണ്ടോ? ആ, ശരീഅത്തിന് വകുപ്പുണ്ട്. എന്താ വകുപ്പ്? ഫിഖീൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ജിന്നായ ആണിന് മനുഷ്യനായ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന്. ആ, ഷാഫി ഫിക്കിൽ അങ്ങനെയുണ്ട്, ഫത്തുൽ മീൻ നോക്കിയാൽ കാണാം. എന്താ കാര്യം? വലക്കത്ത് കറംന ബനി ആദം എന്ന ആയത്തിനെതിരാണെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. നിക്കാഹ് സഹിയാകുമോ മൗലവി സാഹിബ്? സഹിയാകാൻ ഇൻസിയത്ത് ഷർത്തില്ല, ഇസ്ലാമിയത്തെ ഷർത്തുള്ളൂ. എങ്കിൽ പിന്നെ
കെട്ടിച്ചു വന്നൂടെ? കെട്ടിച്ചോലോ. അങ്ങനെ ഫിഖിന്റെ മസല വെച്ചുകൊണ്ട് ജിന്നിന് കെട്ടിച്ചു കൊടുത്തു മോള. പുതിയാപ്പിള രാത്രി വന്നു. വടക്കൻ സ്റ്റൈൽ അനുസരിച്ചാണ് ഞാൻ പറയണത്. പുതിയാപ്പിള രാത്രി വന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിള അറിയിക്കൂട്ടി. ആളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം പെണ്ണിനെ ബാപ്പ അറിയിക്കൊണ്ടുപോയി ആക്കി കൊടുത്തു. അറിയി കയറുമ്പോൾ പെണ്ണ് കാണുന്നത് ഒരു പാമ്പാണ് കെട്ടുമ്പോൾ കിടക്കുന്നത് ബെഡില്. ജിന്നാണെങ്കിൽ സാധ്യതയുണ്ടോ ഇല്ലയോ? ജിന്നാണ് പുതിയാപ്പിളയെങ്കിൽ സാധ്യതയുണ്ടോ ഇല്ലയോ പാമ്പാവാൻ? ഉണ്ട്. കാരണം ജിന്നിന്റെ അസ്തിത്വം വ്യത്യസ്ത രൂപത്തിൽ രൂപപ്പെടാൻ സാധിക്കുന്ന ഒരു അസ്തിത്വമാണ് ജിന്നിൻ്റെത്. അപ്പൊ പാമ്പാവാൻ സാധ്യതയുണ്ട്. ഈ പെണ്ണിന്റെ നയം സ്വീകരിക്കണം. പാമ്പിന്റെ ഉള്ളിച്ചുള്ളിൽ കിടക്കണോ അതോ ഇൻസാനിയത്തിന് നിശ്ചയിച്ചു കൊടുത്ത ശരീരത്തിന്റെ ഹുക്കുമനുസരിച്ച് എന്ത് ചെയ്യണം? അടിച്ചു കൊല്ലണം. അടിച്ചു വന്ന് കുളിച്ചിട്ട് ബാപ്പിയും കാരണന്മാരൊക്കെ വന്നിട്ട് ഈ പെണ്ണിദ്ധിരിക്കണോ? എന്തിനാ സുഹൃത്തുക്കളെ മനുഷ്യനെ പിരാന്താക്കിയത്? എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതൊരു തരം കൂട്ടപ്പിരാന്തല്ലെങ്കിൽ എന്താണ്? മാസിസ്റ്റീരിയ എന്നതിന് പറയാ. കൂട്ടപ്പിരാന്ത്, ജിന്നി ചർച്ച. വല്ലാഹി ഉമ്മത്തിന് ആവശ്യമില്ലാത്തൊരു ജോലിയായിരുന്നു. ഇസ്ലാമിക ശരീഅത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ ഏൽപ്പിച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയല്ലേ? അബൂബക്കർ സിദ്ദീഖിനെ ബയ്യത്ത് ചെയ്യാൻ ജിന്നുകൾക്ക് ബാധ്യതയുണ്ടോ? ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല അൻഹു ഖലീഫക്ക് ആ വാദിയിൽ എവിടെയെങ്കിലും ജീവിക്കുന്ന ജിന്നുകളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടോ? അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് കുറ്റക്കാരനാകുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇൻസാനിയത്തിന്റെ ശരീഅത്താണ് മുഹമ്മദ് മുസ്തഫ അബൂബക്കർ സിദ്ദീഖിനെ ഏൽപ്പിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി ആ ചാപ്റ്റർ ഇല്ല. പിന്നെ എന്തിനാണ് നാം ചർച്ചയ്ക്ക് വെച്ചത്? ശരീഅത്തിൽ ഒരു ബന്ധവുമില്ലാത്തൊരു ചർച്ച എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഇനി വേറെയും ചർച്ചകളൊക്കെ വരും. ജിന്നുകൾ നമ്മുടെ കൂട്ടുകാരാ. നമ്മുടെ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ അരിയും ഗോതമ്പും മാത്രമേ ഉള്ളൂ. ജിന്നു സുഹൃത്തുക്കൾ കാഷ്ടം തിന്നുന്നവരാ. അതുകൊണ്ട് ഞാൻ പള്ളിക്കടുത്ത് ഒരു കാഷ്ട കച്ചവടം, തീട്ടാക്കട്ട കച്ചവടം ചെയ്യാം. കാരണം ജിന്നുകളുടെ ഭക്ഷണം തീട്ടാക്കട്ടെ. മൃഗങ്ങളുടെ കാഷ്ടം ഉണക്കിയിട്ട് തിന്നുന്നവരാണ് ജിന്നുകൾ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പൊ തീട്ടാക്കട്ട ബിസിനസ് തുടങ്ങിയ ജിന്നുകൾക്ക് വേണ്ടിയിട്ട് കച്ചവടം സഹിയാവും ശരീഅത്തനുസരിച്ച്. കാരണം നജസ് വിൽക്കാൻ പറ്റൂല, നജസ് കച്ചവടം ചെയ്യൽ ചെയ്യാവൂല. വേറെ ആള് പറയുന്നു ഞാൻ തുടങ്ങേണ്ടത് എല്ലിന്റെ കച്ചവടം. കാരണം ശവങ്ങളുടെ എല്ലാണ് ജിന്നിന്റെ വേറൊരു ഭക്ഷണം. ശവങ്ങളുടെ എല്ല്. അപ്പൊ നോമ്പ് തുറക്കുമ്പോൾ ശവത്തിന്റെ എല്ല് ഒരു ഭാഗത്ത് വെക്കുക, പൊറോട്ട ഇറച്ചും വേറൊരു ഭാഗത്ത് വെക്കുക. കാരണം അത് നമ്മുടെ ജിന്ന് സുഹൃത്തുക്കൾക്ക് നോമ്പ് തുറക്കാൻ. എന്താ സുഹൃത്തുക്കൾ, ശരീഅത്ത് പരിഗണിക്കാതെയുള്ള ചർച്ച എന്തിനാണ് ഈ ഉമ്മത്തിന്? ശരീഅത്തിനെ ഉൾക്കൊള്ളിക്കാത്ത ചർച്ച എന്തിനാണ് ഈ ഉമ്മത്തിന്? അബൂബക്കർ സിദ്ദീഖോടുകൂടി ശരീഅത്ത് ഫൈനലായില്ലേ? പിന്നെ ഏത് ചർച്ച വരണമെങ്കിൽ അതിന് റിസാലത്തിന്റെ കയ്യൊപ്പ് കൊണ്ടേ. റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്ത കാലത്തോളം ശരീഅത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തൊരു കാര്യം ചർച്ച ചെയ്യാൻ കൊള്ളോ? ശരീഅത്തിൽ റിസാലത്തിന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയല്ലേ? റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ജിന്നായ സുഹൃത്തുക്കളില്ലേ മദീനയില്? ആ ജിന്നായ സുഹൃത്തുക്കൾ ബയ്യത്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണോ? സിദ്ദീഖ് അല്ലാഹു അൻഹു പ്രസംഗിച്ചോ ജിന്നായ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് എന്നെ ബയ്യത്ത് ചെയ്തോളണമെന്ന്? ഇല്ലെങ്കിൽ ആ ജിന്ന് സുഹൃത്തുക്കളെ ഖലീഫ ആരാണ്? റസൂലുള്ളാഹി തങ്ങൾ നബിയാണ്, ജിന്നിനെയും കൂടി. അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന് ശേഷം ആ ജിന്ന് സുഹൃത്തുക്കളുടെ ഖലീഫ ആരാണ്? ആരെയാണ് അവർ ബയ്യത്ത് ചെയ്തത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അതുകൊണ്ടാണ് സലഫുകളായ ഉലമാക്കൾ പറഞ്ഞത് അത് നമ്മുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല, വിട്ടേക്ക്. നമ്മറ്റ് ഒരു ഡീലിങ്ങും അവരുമായിട്ടില്ല. അവരേത് ലോകത്ത് ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, നമുക്കറിയേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇസ്ലാമിക ശരീഅത്തനുസരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്തത് ഇൻസാനിയത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചാണ്. ജിന്നിയത്തിന്റെ അസ്തിത്വം ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് നിലവിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജിന്ന് ആരുടെ മകനാണെന്ന് നമുക്കറിയില്ല. അവരുടെ ഉമ്മ ആരാണെന്ന് നമുക്കറിയില്ല. ഷെയ്ത്താന്റെ മക്കളാണെന്ന് മാത്രം നമുക്കറിയാം. ഷെയ്ത്താൻ ആരെയാണ് വിവാഹം കഴിച്ചത് നമുക്കറിയില്ല. ഷെയ്ത്താന്റെ സന്താനോൽപാദനം എങ്ങനെയാണ് നമുക്കറിയില്ല. ആണും പെണ്ണും തമ്മിൽ തന്നെയാണോ നമുക്കറിയില്ല. ആണും പെണ്ണും തമ്മിലാണെങ്കിൽ ഇബ്ലീസിന്റെ ഭാര്യ ആരായിരുന്നു നമുക്കറിയില്ല.
ഇബ്ലീസിന്റെ ഭാര്യയെ പ്രസവിച്ച തന്നെയാണോ ജിന്നുകൾ, അതോ വേറെ ഏതെങ്കിലും സംവിധാനമാണോ? നമുക്കറിയില്ല. അള്ളാഹ് അറിയിച്ചെന്നിട്ടില്ല. അസ്തിത്വം അറിഞ്ഞിട്ടില്ലാത്തൊരു സമൂഹത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് ഭ്രാന്തമാണ്, ഭ്രാന്തം. പൂർവികന്മാർ ഇല്ല, പൂർവികന്മാർ ചർച്ച ചെയ്തിട്ടില്ല. ആ സമൂഹത്തെ പറ്റി പൂർവികന്മാരും ചർച്ച ചെയ്തിട്ടില്ല. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എന്തുകൊണ്ട് ഒരു പ്രവാചകന്റെ സാന്നിധ്യമില്ലാത്ത കാലത്തോളം ഒരു കാരണവശാലും മനുഷ്യന്റെ കോലത്തിലാണെങ്കിൽ അത് മനുഷ്യനെന്ന് വെക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, പാമ്പിന്റെ കോലത്തിലാണെങ്കിൽ അത് പാമ്പാണെന്ന് വെക്കാനേ നിവൃത്തിയുള്ളൂ, തേളിന്റെ കോലത്തിലാണെങ്കിൽ തേളാണെന്ന് വെക്കാനേ നിവൃത്തിയുള്ളൂ. മനുഷ്യനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അതായിരിക്കണം മനുഷ്യനോട്. തേളിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ആ രീതിക്ക് മാത്രമേ തേളോട് പറ്റൂ. പാമ്പോട് എങ്ങനെയാണോ ശരീഅത്തെ മുഹമ്മദിയായിൽ ഡീൽ ചെയ്യേണ്ടത് ആ പാമ്പോട് ശരിക്കുന്ന രീതി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യൻ എന്ന സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ലോകനെ സംബന്ധിച്ചുള്ള ചർച്ചയെ ശരീഅത്തിലില്ല. ഒരു മഹല്ലത്തിൽ താമസിക്കുന്ന ജിന്നുകളായ യത്തീമകളോട് വല്ല കടപ്പാടും ഈ മുത്തിനുണ്ടോ? ഇല്ല. വിധവകളായ ജിന്നുകളോട് വല്ല കടപ്പാടുണ്ടോ? അതുമില്ല. ആരെങ്കിലും മരിച്ച കവളക്കണ്ട ജോലി നമുക്കുണ്ടോ? അതുമില്ല. മൂന്നാം പാത്യന്റെ ജോലിയുണ്ടോ? അതുമില്ല. പിന്നെന്തിനാണ്? പിന്നെന്താ ഉള്ളത്? ഒന്നുമില്ല. ഉള്ളി പൊളിച്ചതുപോലെ. ഉള്ളിന്റെ മേത്രത്തോട് പൊളിച്ചു, പിന്നെയും പൊളിച്ചു, പിന്നെയും പൊളിച്ചു, പിന്നെയും പൊളിച്ചു. ലാസ്റ്റ് പൊളിച്ചപ്പോ ഒന്നുമില്ല, പൊളിക്കല് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത് ഇൻസിയത്താണ്. മനുഷ്യനെ സംബന്ധിച്ചാൽ, ഇൻസാനിയത്തിനെ സംബന്ധിച്ചാൽ, ഇൻസാനിയത്തിന്റെ തുടക്കക്കാരൻ ആദമാണ്. ആദം അഭൗതിക ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഉത്കൃഷ്ട സൃഷ്ടിയാണ്. ഉത്കൃഷ്ടമാണെന്ന പ്രഖ്യാപനം അള്ളാഹുവിൻ്റെതാണ്. ആ ഉത്കൃഷ്ട സൃഷ്ടിക്ക് അല്ലാഹു തആല പിന്നെ ചെയ്തത് പ്രാഥമിക വിദ്യ നൽകുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല ചെയ്തത് മലക്കുകൾക്കിടയിൽ ആദമിന്റെ വ്യക്തിത്വം നിലനിർത്തലാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു ചെയ്തത് മലക്കുകൾക്കറിയാത്ത പല ഇൽമും ആദമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്തലാണ്. പിന്നെ അല്ലാഹു തആല ചെയ്തത് മലക്കുകൾ അതിന്റെ പേരിൽ തന്നെ ആദമിന് സുജൂദ് ചെയ്യുക വഴി ആദമിന്റെ വ്യക്തിത്വം ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ പ്രശസ്തമാക്കലാണ്. ഇത്രയും പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എവിടെ വെച്ച് നടന്നതാ? മസ്കത്തിലാ. എവിടെ വെച്ചാ? പറഞ്ഞോളൂ. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ അങ്ങനെ മക്കത്തോ മദീനത്തോ? വല്ലാഹി ആകാശത്തിലാണ്. എങ്കിൽ മനുഷ്യൻ അഭൗതിക സൃഷ്ടിയാണ്. ഉൽപ്പത്തി നിർമ്മാണം അഭൗതികമാണ്, പ്രത്യുൽപാദനം അത് ഭൗതികമാണ്. പ്രത്യുൽപാദനം ഭൗതികമാണ്. എന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ചെയ്തത് എന്താണ്? ആദമിന് വേണ്ടി ഒരു ഇണയെ നിർമ്മിക്കുകയാണ്. അതും അല്ലാഹു തആല പറഞ്ഞത് വഖലഖ മിൻഹാ സൗജഹാ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. ഒരു ശരീരത്തെ നിർമ്മിച്ചവനാണ് അല്ലാഹ്. ആ ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിന്റെ ഇണയെ നിർമ്മിച്ചവനാണ് അല്ലാഹ്. വ്യക്തം. ആ ഇണക്ക് അല്ലാഹു തആല ഇട്ട പേര് ഹവ്വ. അഡ്രസ് ഇല്ലാത്തൊരു സമൂഹമല്ല മനുഷ്യൻ. നല്ല അഡ്രസ് ഉള്ളവനാണ് മനുഷ്യൻ. വ്യക്തമായ അഡ്രസ് ഉള്ളവനാണ് മനുഷ്യൻ. ഒന്നാമത്തെ നമ്പർ മുതൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും വരെ എത്രാമത്തെ നമ്പറുകാരായിരിക്കുമെന്ന കാര്യം അള്ളാഹുവിന്റെ കിതാബിൽ വളരെ വ്യക്തമാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ സംശയത്തിന്റെ വഴിക്ക് പോകുന്നത്? എന്നിട്ട് അല്ലാഹു തആല ചെയ്തത് എന്താണ്? ഹവ്വാനെ ആദമിനെ കൊണ്ട് കെട്ടിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സൗജത്ത് എന്ന് പേരിട്ടു അവർക്ക്. അല്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്തത്? കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തആല സ്വർഗത്തിൽ ഏർപ്പാടുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം ഭാര്യനെയും കൂട്ടിയിട്ട് സ്വർഗത്തിൽ പോയി താമസിച്ചു. എന്തിന്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്വർഗം ആദം ഹവ്വ ദമ്പതിമാർക്ക് നൽകിയത് അവർ ചെയ്ത അനുഷ്ഠാനത്തിന്റെ പ്രതിഫലമായിട്ടല്ല, ആദർശത്തിന്റെ പ്രതിഫലമായിട്ടല്ല.
ആദർശത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രതിഫലമായിട്ട് നൽകുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് അല്ലാഹു തആല. എന്താണെന്നറിയുമോ അത്? ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ സിഫത്ത് അതാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ കിട്ടും, നിങ്ങൾ എന്ത് കൊതിക്കുന്നുണ്ടെങ്കിലും അവിടെ കിട്ടും, നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും അവിടെ കിട്ടും. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹുക്കും എന്തു ആവശ്യപ്പെട്ടാൽ കിട്ടുമോ? കിട്ടൂല എന്നുള്ള ഖുർആൻ എന്തു പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്? ഓ ആദം, എന്നെയും കൂട്ടി സ്വർഗത്തിൽ പോയി പാർത്തോളി, ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നത് തിന്നുകയും കുടിക്കുകയും വിശാലമായി ജീവിക്കുകയും ചെയ്തോളി, അപ്പുറത്തേക്ക് കടക്കണ്ട പറഞ്ഞില്ലേ? ഫലാ തഖറബാ ഹാദിഹി ഷജറ. എന്താണ് മനസ്സിലാകുന്നത്? അംറ് നഹികൾക്ക് വിധേയമായിക്കൊണ്ടാണ് അല്ലാഹു ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ പാർപ്പിച്ചത്. അല്ലേ? നിരുപാധികമാണോ സ്വാഭാവികമാണോ? സ്വാഭാവികം എന്നത് സ്വർഗത്തിന്റെ വിശേഷണമാണോ? അല്ലല്ലോ. സ്വർഗം നിരാമല്ലേ? അല്ല ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അങ്ങനെയല്ലേ? ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിരുപാധികമാണ് സ്വർഗം. ഒരു വ്യവസ്ഥയുമില്ല, ഒരു വ്യവസ്ഥയുമില്ല. അതിരുകളില്ലാത്തത്, ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു ഹൃദയത്തിലും ഊഹിക്കാൻ പോലും കഴിയാത്തത് എന്നല്ലേ സ്വർഗത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട ആദം ഹവ്വ ജീവിച്ചത് തികച്ചും സ്വാഭാവികമാണ് എങ്കിൽ പ്രതിഫലമായിട്ട് നൽകുകയല്ല. പിന്നെന്തിന്? കുടുംബപരമായ ജീവിതത്തിന്റെ പരിശീലനം നൽകാനാണ്. കുടുംബ ജീവിതത്തിന്റെ പരിശീലനം തൗഹീദിൽ അഭിവാജ്യമായ ഒരു ഘടകമാണ്. ഒരു ഹദീസിൽ ഇപ്രകാരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച്. ചില ബലഹീനതകളെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഹദീസ്? അല്ലാഹു തആല പറഞ്ഞു, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മറച്ചു വെക്കപ്പെട്ടൊരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ്, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖലായിഖ്, അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ നിർമ്മിക്കുന്നത്. ആ സൃഷ്ടികൾക്കിടയിൽ ഞാൻ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാ സൃഷ്ടികളിലും ഞാൻ ഏകപക്ഷീയമായി അവന്റെ അനുസരിപ്പിച്ചപ്പോൾ മനസ്സിലാക്കണം, ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കി ചർച്ച ചെയ്യാനായി ഒരു ഉത്കൃഷ്ട സൃഷ്ടിയെ നിർമ്മിച്ചു. ആ സമൂഹമാണ് മനുഷ്യർ. അതുകൊണ്ടാണ് ഇക്റാം കിട്ടിയത്. വലഖദ് കറംനാ ബനി ആദം. ഇക്റാം കിട്ടിയത് അതുകൊണ്ടാണ്. അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്യാൻ വിധിക്കപ്പെട്ട സൃഷ്ടി. വേറെ ആർക്കും ആ ചർച്ചയില്ല. മൽക്കുകളുടെ ലോകത്തിന് ആ ചർച്ചയില്ല. ആകാശ സൃഷ്ടികൾക്ക് ആ ചർച്ചയില്ല. അള്ളാഹുവല്ല, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ, പക്ഷി പർവ്വജാതികൾ, വണ്ട് ജന്തു ജീവി പ്രാണികൾ, ചരങ്ങൾ അചരങ്ങൾ ഒന്നിനും അള്ളാഹുവിനെ പറ്റിയുള്ള വഹദാനിയത്തിനെ പറ്റിയുള്ള ചർച്ചയില്ല. ഏകപക്ഷീയമായി ജന്മന അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് സകല സൃഷ്ടികളും, മനുഷ്യനൊഴികെ. മനുഷ്യർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിച്ചത് എന്താ? അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്യണം, എന്നിട്ട് അവനിക്ക് ബോധ്യപ്പെടണം, എന്നിട്ട് എന്റെ വഹദാനിയത്തിൽ അവൻ അംഗീകരിക്കണം. അംഗീകരിച്ചവനെ ഞാൻ സ്വീകരിക്കും, അല്ലാത്തവനെ ഞാൻ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. ഇത് അള്ളാഹുവിന്റെ ഈ കാര്യത്തിലുള്ള തീരുമാനമാണ്. അത് മനുഷ്യർക്ക് മാത്രം ബാധകമായ തീരുമാനം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അതുകൊണ്ട് വേണ്ടാത്ത അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അന്ന് സ്വർഗത്തിൽ ആദം നബി പഴം പറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ കൂടാമായിരുന്നു. അന്ന് ഹവ്വാ ബീബി പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നല്ല റാഹത്തായിട്ട് കൂടാമായിരുന്നു. ഇതാക്കൂട്ട അഭിപ്രായങ്ങളൊന്നും മുഅ്മിനീങ്ങൾ പറയാൻ പറ്റുകയില്ല. കാരണം എന്താ? നേരത്തെ അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ ഖലീഫ നിയോഗിക്കാൻ പോവുകയാണ്. എന്നിട്ടല്ലേ ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തത്. അപ്പൊ പിന്നെ ആയിരുന്നെങ്കിൽ എന്ന വാക്കിൽ എന്താണ് അർത്ഥം? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭൗതിക ലോകത്ത് നിർമ്മിച്ച്, അഭൗതിക ലോകത്ത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകി, അഭൗതിക ലോകത്ത് ഇണയെ നിർമ്മിച്ച്, അഭൗതിക ലോകത്ത് വിവാഹം നടത്തി, അഭൗതിക ലോകത്ത് കുടുംബജീവിതം നയിക്കാൻ ഏർപ്പാടാക്കി, അഭൗതിക ലോകത്ത് ആവശ്യങ്ങൾ പഠിപ്പിച്ച്, അഭൗതിക ലോകത്ത് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അസ്ബാബുകളെ പരിശീലിപ്പിച്ച്, എന്നിട്ട് നല്ലൊരു ട്രെയിനിങ് നൽകിയ ഒരു സൃഷ്ടിയെ ഭൂമിയിൽ അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. ഇഹ്ബിതു ഫിൽ അർള് ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങളാണ് മനുഷ്യരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ ചെയ്തത്. ഒന്നാമത്തത് ഖൽഖുൽ ഇൻസാൻ, രണ്ടാമത്തത് ഇൻസാലുൽ കുതുബ്,
മൂന്നാമത്തത് ഇർസാലുർ റുസുൽ. മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്നാണ്. ഒന്ന് ഖൽഖുൽ ഇൻസാൻ, മനുഷ്യനെ ആ രീതിയിൽ നിർമ്മിച്ചെടുത്തു അല്ലാഹു തആല. രണ്ട് ഇൻസാലുൽ കുതുബ്, ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു അല്ലാഹു തആല. മൂന്ന് ഇർസാലുർ റുസുൽ, പ്രവാചകന്മാരെ നിയോഗിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മൂന്ന് കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് വിഷയത്തിൽ സ്വീകരിച്ച ഹിക്മത്ത് എന്താണ്? ഹിക്മത്തു ഖൽഖിൽ ഇൻസാൻ, ഹിക്മത്തു ഇൻസാലിൽ കുതുബ്, ഹിക്മത്തു ഇർസാലുൽ മുർസലീൻ. മനുഷ്യ നിർമ്മാണത്തിൽ അള്ളാന്റെ ഹിക്മത്ത് എന്താണ്? ഗ്രന്ഥാവതരണത്തിൽ അള്ളാന്റെ ഹിക്മത്ത് എന്താണ്? പ്രവാചക നിയോഗത്തിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖുൽ ഇൻസാനിനെ സംബന്ധിച്ച് അതിന്റെ ഹിക്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? മനുഷ്യ നിർമ്മാണത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നു വർഗത്തെ ഞാൻ നിർമ്മിച്ചിട്ടില്ല, ഇൻസ് വർഗത്തെയും ഞാൻ നിർമ്മിച്ചിട്ടില്ല. ഇല്ലാ ലിയുവഹിദൂൻ, ഇല്ലാ ലിയഅ്ബുദൂൻ, ഐ ഇല്ലാ ലിയുവഹിദൂൻ, എന്റെ വഹദാനിയത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ വേറൊരാവശ്യം അല്ലാഹു തആലക്ക് മനുഷ്യനെ കൊണ്ടില്ല, വേറൊരു ഉദ്ദേശം അല്ലാഹു തആലക്ക് മനുഷ്യനെ കൊണ്ടില്ല. കാരണം അല്ലാഹു തആല മറ്റ് ഖൽഖുകളെ കൊണ്ട് അവന്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ്. നമ്മൾ ചർച്ച ചെയ്തല്ലോ, കാബീലിന് കുറ്റം പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് കാക്കയെ. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്? എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. അല്ലാഹു തആലക്ക് അവന്റെ പ്രോഗ്രാം നടപ്പിലാക്കാൻ മനുഷ്യൻ തന്നെ വേണമെന്നില്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രാജ്യം ഭരിക്കാൻ പഠിപ്പിച്ചത് ഉറുമ്പുകളെ ഉപയോഗിച്ചിട്ട്. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാര്യങ്ങൾ നടത്താൻ മനുഷ്യൻ തന്നെ വേണമെന്നില്ല, ഉറുമ്പുകളെ കൊണ്ട് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിന്റെ ആനപ്പട്ടാളത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അബ്ദുൽ മുത്തലിബിന്റെ ആൾപട്ടാളത്തെ അല്ല, മറിച്ച് അബാബിൽ പക്ഷി പട്ടാളത്തെയാണ്. എന്തിന്? അല്ലാഹു തആലക്ക് കാര്യങ്ങൾ നടത്താൻ അബാബിൽ പക്ഷികളെ ഉപയോഗിച്ചും സാധിക്കും. ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് ഖുർആൻ ശരീഫിൽ ചർച്ച ചെയ്തത്. അള്ളാഹുവിന്റെ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഇത് ചർച്ച ചെയ്തത്. അതുകൊണ്ട് ആരും കരുതിപ്പോകരുത് ഇവിടുത്തെ നിലനിൽപ്പ് മനുഷ്യരെ കൊണ്ടാണെന്ന്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുമായിട്ട് ഈ വിഷയങ്ങൾ ഒന്നും തന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. ഖുർആൻ മുഴുവനും പരിശോധിച്ചു നോക്കി, മനുഷ്യരുടെ കാര്യത്തിൽ അല്ലാഹു തആല ഇടപെടുത്തിയത് മനുഷ്യരല്ലാത്ത ജീവികളെയാണ്. അല്ലേ? പരിശോധിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല മനുഷ്യരെ ഉപയോഗിച്ചോ? ഇബ്രാഹിം നബിന്റെ ഖൗമ് നമ്രൂദിന്റെ ഖൗമിനെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല മനുഷ്യ പട്ടാളത്തെ ഉപയോഗിച്ചോ? ഫിർഔന്റെ ഖൗമിനെ നശിപ്പിക്കാൻ അല്ലാഹു തആല മനുഷ്യ പട്ടാളത്തെ ഉപയോഗിച്ചോ? ആദ്, ഇറം, സമൂദ് ശക്തികളെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല മനുഷ്യ പട്ടാളത്തെ ഉപയോഗിച്ചോ? അബ്രഹത്തിന്റെ ആനപ്പട്ടാളത്തെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല മനുഷ്യ പട്ടാളത്തെ ഉപയോഗിച്ചോ? എന്റെ ബഹുമാന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ചരിത്രം കടന്നു വന്നില്ലേ? 10-12,000 കൊല്ലം പഴക്കമുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ ബാത്തിലിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മനുഷ്യനെ ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കുമോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗം മലഉ ഖൗം എങ്ങനെയാണ് അല്ലാഹു തആല കൈകാര്യം ചെയ്തത്? ഫറോവന്റെ ഖൗമിനെ എങ്ങനെയാണ് അല്ലാഹു തആല കൈകാര്യം ചെയ്തത്? ചോദിച്ചല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. റോമിന്റെ നസാറ സൈന്യം, പേർഷ്യന്റെ മജൂസി സൈന്യം, ഖൈബറിലെ അല്ലെങ്കിൽ യസ്രിബിലെ ജൂത സൈന്യം, അതേപോലെ തന്നെ മക്കയിലെ ഹിജാസിലെ ഖുറൈശി സൈന്യം, ചതുർമത സഖ്യമുണ്ടാക്കി. അവർ ചതുർമത സഖ്യമുണ്ടാക്കി. നസറാക്കൾ, ജൂതന്മാർ, മജൂസികൾ, മുശ്രിക്കുകൾ ചതുർമത സഖ്യമുണ്ടാക്കി. ആർക്കെതിരിൽ?
മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കെതിരിൽ. മക്ക ഫത്ഹ് നടന്നതോടുകൂടി ഒരു ഭാഗത്ത് റോം പേടിച്ചു, മറുഭാഗത്ത് പേർഷ്യ പേടിച്ചു, വേറൊരു ഭാഗത്ത് ജൂതാധിപത്യമുള്ള ഖൈബറുകാർ പേടിച്ചു, നാലാമത്തെ ഭാഗത്ത് മുശ്രിക്കുകൾ പേടിച്ച് അരണ്ടുപോയി. അതിനുശേഷമല്ലേ ഹുനൈൻ ഉണ്ടായത്? എങ്ങനെയാണ് ഹുനൈൻ ഉണ്ടായത്? എങ്ങനെയാണ് തബൂക്ക് ഉണ്ടായത്? ചതുർമത സഖ്യമുണ്ടാക്കിയവർ ഭ്രാന്തമായ ആദർശത്തെ മറന്ന് മുഹമ്മദ് മുസ്തഫക്ക് തങ്ങൾക്കെതിരെ അവർ സഖ്യമുണ്ടാക്കി, സൈനിക ശേഷി ഉണ്ടാക്കി. എങ്ങനെയാണ് സുഹൃത്തുക്കൾ അവർക്ക് യോജിക്കാൻ കഴിയുക? ആരാണ് ജൂതന്മാരെ നസാറാക്കണം? ആരാണ്? ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സിനായിൽ പിറന്ന മോനാണ്, വ്യഭിചാരസി, ജാരസന്തതി. ഇന്നും ജെറൂസലമിന്റെ ചർച്ച അതാണ്. അവരെ ഒരു ലേഖനം എഴുതുന്നുണ്ടെങ്കിൽ അവിടെ മറിയം ബീവിയെയും ഈസ നബിയെയും കളിയാക്കാതെ ലേഖനം എഴുതുകയില്ല. ഇസ്രായേലിലെ മെഡിക്കൽ കോളേജുകളിലും അതേപോലെ തന്നെ മറ്റ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഓരോ വരികളിലും മറിയം ബീവിയെയും ഈസ നബിയെയും പരിഹസിക്കാതെ അവരൊരു വരിയും പഠിപ്പിക്കുകയില്ല. ഇന്നും ആ രീതിയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെ മോശമായി വൃത്തികെട്ട ഒരു സൃഷ്ടിയായിട്ടാണ് ജൂതന്മാർ കാണുന്നത്. ക്രിസ്ത്യാനികളോ ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ പുത്രൻ, അള്ളാഹു സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈസായിൽ. അതുകൊണ്ടാണ് ബാപ്പയില്ലാതെ മറിയത്തിന്റെ മോനായത്. അതുകൊണ്ടാണ് ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞത്. നസറാക്കളെ വിശ്വാസം എങ്ങനെ സുഹൃത്തുക്കൾ രണ്ട് വിശ്വാസം തമ്മിൽ പിന്നെ യോജിക്കുക? എന്നിട്ട് ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ ആരൊക്കെ യോജിച്ചത്? എവിടെയാണ് സുഹൃത്തുക്കളെ ആദർശബന്ധം? ഇന്നലെയും തുടങ്ങിയതാണോ? അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങളും റോമിലെ നസറാക്കളും തമ്മിൽ എന്താണ് ബന്ധം? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പേർഷ്യയിലെ മജൂസികളുമായിട്ട് ആദർശബന്ധമുണ്ട്. മജൂസികൾ മുശ്രിക്കുകളാണ്. അതേപോലെ തന്നെ മക്കയിൽ അവർ മുശ്രിക്കുകളാണ്. അവർ ജാറങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, മരിച്ചുപോയവരിൽ വിശ്വസിക്കുന്നവരാണ്, ശക്തികളിൽ വിശ്വസിക്കുന്നവരാണ്, വ്യക്തികളിൽ വിശ്വസിക്കുന്നവരാണ്. നസറാക്കൾ അങ്ങനെയല്ല, ജൂതന്മാരും അങ്ങനെയല്ല. അവർ ആകാശത്തിൽ ഇറങ്ങിയ കിതാബിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്, ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജൂത നസറാക്കൾ അതിന് കിതാബുകൾ. എങ്ങനെയാണ് അവർ ആദർശപരമായിട്ട് യോജിക്കുക? പക്ഷേ മുഹമ്മദ് റിസാലത്തിന്റെ എതിരിൽ അവർ സംഘടിച്ചു, അവർ ചതുർസുമത സഖ്യമുണ്ടാക്കി. ഈ 4 പ്രത്യയശാസ്ത്രക്കാരും തമ്മിൽ ഒരുമിച്ചുകൂടി. മുഹമ്മദ് ഈ ചിന്താഗതി വളർന്നാൽ അപകടമാണെന്ന് അവർക്കറിയാം. അവർക്ക് തൗറാത്തിലൂടെ അറിവുണ്ട്, ഇഞ്ചീലിലൂടെ അറിവുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിമി സന്തതികൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഉപ്പുപ്പ ഇബ്രാഹിം അന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ചെയ്ത പ്രാർത്ഥനയുടെ ഫലമാണ് ഈ മുഹമ്മദ്. അംഗീകരിക്കാൻ അത് നമുക്ക് സാധിക്കുകയില്ല. ഖുറൈശികൾക്കറിയാം. നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെ ഒരു ബുദ്ധിമുട്ട് കിട്ടാൻ നമ്മൾ ചില മുസ്ലിയാക്കന്മാർ അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഒരു ഒറ്റമുട്ടും തിരിയാത്ത ഖുറൈശികൾക്ക് അള്ളാഹനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മുഹമ്മദ് നബി എന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മക്കയിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹനെ അറിയില്ലെന്നോ? മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ലെന്നോ? കഅബാലയം അവരെ കസ്റ്റഡിയിലല്ലേ? സംസം കിണർ അവരെ കസ്റ്റഡിയിലല്ലേ? സഫയും മർവയും അവരെ കസ്റ്റഡിയിലല്ലേ? ഇസ്മായിലിന്റെ മക്കളാണെന്നുള്ള ബോധം അവർക്കില്ലേ? ഇബ്രാഹിമിന്റെ പേരക്കുട്ടികളാണെന്നുള്ള ബോധം ഖുറൈശികൾക്കില്ലേ? അവർ യമനിലേക്കും ഷാമിലേക്കും കച്ചവടത്തിന് പോകുന്നവരായിരുന്നില്ലേ? അവർക്കാണോ സുഹൃത്തുക്കളെ ചരിത്രത്തിന്റെ ഇന്നലകൾ അറിയാത്തത്? അവരുടെ മൂക്കിന്റെ താഴലല്ലേ ആദിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ടത്, സമൂദിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ടത്, ഇറമു ഗോത്രക്കാർ നശിപ്പിക്കപ്പെട്ടത്? അവരെ മൂക്കിന്റെ താഴലല്ലേ ഫറോവ സമൂഹം മൂസനബിന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടത്? ഇവർക്കാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ അള്ളാന്റെ സംവിധാനം അറിയാത്തത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിനെ ന്യായീകരിക്കാൻ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് നമുക്ക് ഓതേണ്ടതില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹ് എന്താണെന്ന് അറിയാത്തവരാണ്. നമ്മൾ അള്ളാഹനെ നന്നായിട്ട് അറിയുന്നവരാണ്. അള്ളാഹനെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഏത് കാഞ്ഞിരക്കുറ്റിന്റെ മുമ്പിൽ കുമ്പിട്ടാലും പ്രശ്നമില്ല. മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹനെ അറിയാത്തവരാണ്. അതുകൊണ്ട് അവര് സാക്ഷാൽ അള്ളാഹ്ക്ക് കുമ്പിട്ടാലും പ്രശ്നമാണ്. ഇതാണോ ചരിത്രപരമായ യാഥാർത്ഥ്യം? മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഈ ഉത്ബത്തിനും ശൈബത്തിനും
അതേപോലെ തന്നെ ഉമയ്യത്തിനും വലീദിനും ഇങ്ങനെ ഒരു നബി വരാൻ പോകുന്നുണ്ടെന്നുള്ള വൃത്താന്തമില്ലേ? അവർ അതിന്റെ കുപ്പായം തുന്നി കാത്തിരിക്കുകയായിരുന്നില്ലേ? അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ ഒരു പ്രവാചകൻ വരുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നില്ലേ അവർ? ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാക്കിന്റെ പേരക്കുട്ടി മൂസ, അതിന്റെ പേരക്കുട്ടി ഈസ, അത് ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിലാണ്. ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ ഇസ്മായിലിന്റെ സന്തതികളാണ് ഖുറൈശികളായ നമ്മൾ. നമ്മളെ കൂട്ടത്തിൽ ഒരു നബി വരുമെന്ന് അന്ന് മക്കയിലെ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് ഇബ്രാഹിം ഉപ്പാപ്പ പ്രാർത്ഥിച്ചതല്ലേ? എങ്കിൽ ആ നബി വരാൻ സമയമായി. ആ നബി ആരായിരിക്കണം? വലീദ് ചിന്തിച്ചു ഞാനായിരിക്കണം, ഉത്ബത്ത് ചിന്തിച്ചു ഞാനായിരിക്കണം, ഉമയ്യത്ത് ചിന്തിച്ചു ഞാനായിരിക്കണം. അങ്ങനെ കുപ്പായിട്ട് കാത്തിരിക്കുകയായിരുന്നില്ലേ അവർ കുപ്പായം തുന്നിയിട്ട്? ഇബ്രാഹിമിന്റെ സന്തതികളിൽ പേരക്കുട്ടികൾ നബി ഞാനായിരിക്കണം ചിന്തിക്കാതില്ലേ ഖുറൈശി തറവാട്ടിലെ പൗരന്മാര്? ആ സന്ദർഭത്തിലല്ലേ മുഹമ്മദ് മുസ്തഫ നബിയാണെന്നും പറഞ്ഞു വന്നത്? ഖുറൈശികൾക്ക് അറിയാത്തതാണോ മുഹമ്മദ് മുസ്തഫയുടെ റിസാലത്ത്? ഉത്ബത്തിനും ശൈബത്തിനും മനസ്സിലാകാത്തതാണോ? എന്താണ് അവർ പറഞ്ഞത്? അല്ലാഹു തന്നെ പറയട്ടെ, ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. സുബ്ഹാനല്ലാഹ്. ഓ മുഹമ്മദ് നബിയെ, ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവരായ കാഫിറുകൾ ആയിരുന്നില്ല, കിതാബ് നൽകപ്പെട്ട കാഫിറുകൾ ആയിരുന്നില്ല. വൽ മുശ്രികീൻ, മക്കയിലെ മുശ്രിക്കീകളും ആയിരുന്നില്ല. മുൻഫക്കീൻ ഐ മുതഫരിഖീൻ, ഭിന്നാഭിപ്രായമുള്ളവരായിരുന്നില്ല, അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നില്ല. ഒരു പ്രവാചകൻ വരവ് സാധ്യമാണ്, ഒരു പ്രവാചകന്റെ നിയോഗത്തിന് സമയമായി എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല നബിയെ. അവർ കാത്തിരിക്കുകയാണ് ആ പ്രവാചകനെ. ഏതുവരെ? ഹത്താ തഅതിയഹുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നു ചേരുന്നത് വരെ. ഏതാണ് ആ ദൃഷ്ടാന്തം? റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ, അല്ലാഹുവിന്റെ വേദകിതാബുകൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ അങ്ങ് റസൂലായിട്ട് നിയോഗിക്കപ്പെടുന്നത് വരെയും അവർക്ക് അക്കാര്യത്തിൽ അഭിപ്രായമില്ല. അങ്ങ് പ്രവാചകനായത് അതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ഖുറൈശിക്കൂട്ടം പറഞ്ഞത്, എന്തുകൊണ്ട് ഉമയ്യത്ത് പ്രവാചകനായില്ല, എന്തുകൊണ്ട് വലീദ് പ്രവാചകനായില്ല, എന്തുകൊണ്ട് ശൈബത്ത് പ്രവാചകനായില്ല? ഈ ആട്ടിടയന്റെ മോനായ മുഹമ്മദാണോ പ്രവാചകനാകാൻ യോഗ്യൻ? അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന്. എന്താ കാര്യം? മുഹമ്മദ് നബി പ്രവാചകനാകാത്തത് കൊണ്ടല്ല അംഗീകരിക്കാതിരുന്നത്, മുഹമ്മദ് നബി ഇവര് പറയുന്നത് പോലെ ഖുറൈശി തറവാട്ടിലെ പ്രമുഖനല്ലാത്തത് കൊണ്ട്. ആട്ടിടയന്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നറിയുമോ? ഹലീമ ബിബിന്റെ മുല കുടിച്ച മോനായതുകൊണ്ട്. ഹലീമ ബിബിന്റെ ഭർത്താവ് ആട്ടിടയനാണ്. ഹലീമ ആട്ടിടയ കുടുംബത്തിലെ വനിതയാണ്. ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഹലീമ. ആ ഹലീമക്ക് പറഞ്ഞ മോന്റെ പാലായിരുന്നു ബഹുമാനപ്പെട്ട അഷ്റഫുൽഹൾക്ക് കുടിച്ചത്. അതുകൊണ്ട് അതുമായിട്ട് ചേർത്തിട്ട് കളിയാക്കി പറഞ്ഞു ഖുറൈശികൾ ആട്ടിടയന്റെ മോൻ മുഹമ്മദ് എന്ന്. മനസ്സിലാക്കണം, നമ്മൾ ചരിത്രപരമായ വസ്തു മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും അവന്റെ ഇടപെടലുകൾ യാഥാർത്ഥ്യമാക്കിയത് എങ്ങനെയാണ്? മനുഷ്യരല്ലാത്ത ജീവികളെയോ സൃഷ്ടികളെയോ വസ്തുക്കളെയോ ശക്തികളെയോ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഹിക്മത്തു ഖൽഖിൽ ഇൻസാൻ, മനുഷ്യൻ എന്ന സൃഷ്ടിയെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താ? മനുഷ്യൻ എന്ന സൃഷ്ടിയെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ? അല്ലാഹു തആലക്ക് ഇങ്ങനത്തെ ഒരു ഉദ്ദേശവും മനുഷ്യനെ കൊണ്ടില്ല. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണ്ട. അതുകൊണ്ട് തൗഹീദ് നിർത്തിവെച്ചിട്ട് പാലും തോടും നന്നാക്കാൻ പോയാൽ ദീനാവൂല. തീർച്ചയായും അല്ലാഹു തആല പറഞ്ഞു എന്താണ് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ നിർമ്മാണത്തിന്റെ യുക്തി? ഹിക്മത്തു ഖൽഖിൽ ഇൻസാൻ അല്ലാഹു തആല തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ഇല്ലാ ലിയുവഹിദൂൻ. ഏത് വിഷയത്തിലും, അത് ഈമാനിയാത്തിലാവട്ടെ, ഇബാദാത്തിലാവട്ടെ, മുആശറാത്തിലാവട്ടെ, മുആമലാത്തിലാവട്ടെ, സ്വന്തം അടുക്കളക്കാര്യത്തിലാവട്ടെ, അങ്ങാടിക്കാര്യത്തിലാവട്ടെ, അന്താരാഷ്ട്ര കാര്യത്തിലാവട്ടെ, ഭൂമിയുടെ കാര്യത്തിലാവട്ടെ, ആകാശത്തിന്റെ കാര്യത്തിലാവട്ടെ, ഭൗതിക ലോകത്തിന്റെ കാര്യത്തിലാവട്ടെ, പാരത്രിക ലോകത്തിന്റെ കാര്യത്തിലാവട്ടെ, ഏത് പ്രശ്നത്തിലും എന്തും ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും അർഹതപ്പെട്ടവൻ ഒറ്റൊരുത്തനേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇത് മനുഷ്യൻ എന്ന സൃഷ്ടി ചർച്ച ചെയ്യണം, അവരത് അംഗീകരിച്ചു തരണം. അതിനാണ് മനുഷ്യനെ നിർമ്മിച്ചത്. അതാണ് ഹിക്മത്ത്. എന്താണ് ഹിക്മത്തു ഇർസാലിൽ ഇൻസാലിൽ കുത്തുബ്?
കിതാബുകളെ ഇറക്കിയതിന്റെ യുക്തി എന്താണ്? മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് തൗഹീദ് വിശദീകരിച്ചു കൊടുക്കാനാണ് കിതാബ്. എന്താണ് മുർസലീങ്ങളെ ഹിക്മത്തു ഇർസാലിൽ മുർസലീൻ, പ്രവാചക നിയോഗത്തിൽ അല്ലാഹുവിന്റെ ഹിക്മത്ത് എന്താണ്? ആ കിതാബ് ഉപയോഗിച്ച് പ്രവാചകന്മാര് മറ്റുള്ളവർക്ക് അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞു കൊടുക്കലാണ്. ഇതാണ് ഈ 3 കാര്യത്തിൽ അല്ലാഹു സ്വീകരിക്കുന്ന ഹിക്മ. അതിന്റെ അപ്പുറത്ത് വേറൊരു ലക്ഷ്യം ഈ സംവിധാനത്തിന്റെ പിറകിൽ ഇല്ല. അല്ലാഹു തആല ഈ മൈക്ക് ശരിയില്ല. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്നലെ പറഞ്ഞല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കുറ്റം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി. ഹദ്റത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലാണ്, നബിയാണ്. തർബിയത്ത് ആവശ്യമാണ്, തർബിയത്ത് ആവശ്യമാണ്. നബി റസൂൽ എന്ന് പറഞ്ഞാൽ അധികാരപ്പട്ടവും കെട്ടിയിട്ടങ്ങ് ഇറങ്ങലല്ല പ്രസംഗിക്കാൻ. അത് നമ്മുടെ രീതി. ഇന്നലെ എങ്ങാനും വന്നാളെ ഇന്ന് എന്റെ ദേവത്തിന് വിടുകയല്ലേ പ്രസംഗിക്കാൻ ബൈക്കും കെട്ടിയിട്ട്. അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ തറവാട് ഓഹരി വെക്കാൻ വേണ്ടി വെക്കണതല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരെ കിട്ടും. ഇനി തറവാട് ഓഹരി വെക്കാമെന്നായി. തറവാട് ഓഹരി വെച്ച് 2 സെന്റും വാങ്ങിയിട്ട് ഓരോരുത്തരും പോയിട്ട് കൊട്ടാരം പണിതു. നമ്മളാ പഴയ തറവാടും ആ പൊളിഞ്ഞ ഓടും ആ പൊളിഞ്ഞ കേൾക്കോലും ഒറ്റയ്ക്ക് നടക്കുന്നു. നമുക്കത് മതി. ആ പഴയ തറവാട് 2 സെന്റ് വാങ്ങിയിട്ട് പോയില്ല. ഓരോരുത്തര് സംഘടനാ ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പ് വാങ്ങിയിട്ട് പോയല്ലോ. അവസാനം ഗതികെട്ടവർക്ക് തറവാട്. അങ്ങനെയാണ് നമ്മളെ നാട്ടില്, നമ്മളെ മലബാറിൽ അങ്ങനെയാ. ഗതിയില്ലാത്ത എല്ലാത്തും പ്യാപ്പിളെല്ലാം പലയിടത്ത് പോകും. തറവാട്ടിൽ കാലിയാരേണ്ടെങ്കിലും ജുവരെ കാര്യമായ കച്ചവടം ജോലിയൊന്നും ഇല്ലാത്ത പ്യാപ്പിളയും പൂറ്റാറും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവർക്ക് അങ്ങ് എഴുതി കൊടുക്കും, നീ തറവാട് എടുത്തോ എന്ന് പറയും. അങ്ങനെ മലബാർ സ്റ്റൈൽ അങ്ങനെയാ. ഇതേപോലെ നമ്മള് തറവാട് എല്ലാവരും 2 സെന്റ് വാങ്ങി, അവകാശവും വാങ്ങി, എല്ലാവരും പോയി. എന്നിട്ട് ഓരോ 2 സെന്റും കൊട്ടാരവും. നമ്മളിങ്ങനെ തറവാടുമായിട്ട് ഇങ്ങനെ നിൽക്കുക. പൊളിഞ്ഞ ഓട് മാറ്റാൻ ഗതിയില്ല, കേക്കൂല് മാറ്റാൻ ഗതിയില്ല. എന്നാലും തറവാട്ട് നമ്മളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ആ കുടുംബക്കാർക്ക്. തറവാട്ട് വകയുള്ള തേങ്ങ, തറവാട്ട് വകയുള്ള മാങ്ങ, തറവാട്ടുള്ള കിണർ, അതിനെല്ലാം വെള്ളം കുടിക്കുമ്പം ഇടക്കിടക്കൊക്കെ ഏട്ടത്തി അനിയത്തി വന്നിട്ട് പറയും, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കേട്ടോ, ഈ മാങ്ങ നീ ഒറ്റക്ക് തിന്നാൻ പറ്റൂല. അപ്പോൾ ഒരു വിഷമവും പ്രയാസവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ കാരണന്മാർ ഇടപെട്ട് കാരണന്മാർ പറഞ്ഞാൽ നിക്കെല്ലാം പൊരയായില്ലേ, നിക്കെല്ലാം ബംഗ്ലാവായില്ലേ, തറവാട് ഒരുക്കി കൊടുത്തേക്ക്. അതോടുകൂടി തറവാട് ഓർക്ക് ക്ലിയർ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ചില വ്യക്തികളെ തെരഞ്ഞെടുത്ത് നുബുവത്ത് നൽകിയത് തർബിയത്തിന് വേണ്ടിയിട്ടാണ്. ദൈനംദിന ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഇടപെടല് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി ആ യാഥാർത്ഥ്യം ഉമ്മത്തിന് ഐനുൽ യഖീനായിട്ട് പറഞ്ഞു കൊടുക്കണം. അനുഭവത്തിലൂടെ ഇൽമുൽ യഖീൻ ഉണ്ടാക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഐനുൽ യഖീനായിരിക്കണം. ആ രീതിയിൽ ദായി വളരണം. തൗഹീദ് എന്ന് പറഞ്ഞാല് ഇത് പണ്ടാണ് പറഞ്ഞാൽ ഞങ്ങൾ എളുപ്പമുള്ള കേസൊന്നുമല്ല. ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള പരിശീലനമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ആരായിരിക്കും അറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ശർറു മൻ തഹത അദീമിസ് സമാ, ശർറു മൻ തഹത ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരായിരിക്കും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ് കാര്യം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് നൽകി, റിസാലത്തും നൽകി. ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഡ്യൂട്ടിയും നൽകി. ആ ഗ്രാമത്തിലേക്ക് ചെന്നു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 100 കണക്കിന് വർഷം രാവിലെയും വൈകുന്നേരവും വാഴ്ന്നു പറഞ്ഞു, രാവും പകലും വാഴ്ന്നു പറഞ്ഞു, രഹസ്യമായും പരസ്യമായും വാഴ്ന്നു പറഞ്ഞു. 10,000 വരുന്ന നാട്ടുകാരായ ജനം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തള്ളി. ഒരാളെ പോലും കിട്ടിയില്ല. 100 കൊല്ലം മെനക്കെട്ടിട്ട് ഒരാളെ പോലും കിട്ടിയില്ല. എന്തുകൊണ്ട്? പരമ്പരാഗത സമ്പ്രദായത്തെ സ്വീകരിച്ചവരാണവർ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളാക്കിയവരാണവർ, സമ്പ്രദായങ്ങളെ ആദർശമാക്കിയവരാണവർ. പരമ്പരാഗതമായി കാരണവന്മാര് വഴിയിൽ കിട്ടിയ സമ്പ്രദായങ്ങളിൽ നിന്ന് തെല്ലുപോലും നീങ്ങാൻ അവർ തയ്യാറല്ല. അതേപോലെ തന്നെ പൂർവികന്മാര് ഉണ്ടാക്കിയെടുത്ത ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളാക്കി സ്വീകരിച്ചവർ പ്രവാചകത്വത്തിന്റെ വഴി സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് മാനസികമായിട്ട് നൊന്തു.
യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവര് കല്ലെറിഞ്ഞു, ചീത്ത പറഞ്ഞു, ഭ്രഷ്ട് കൽപ്പിച്ചു, പട്ടിണിക്കിട്ടു. ഒരാളെ പോലും കിട്ടിയില്ല യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഒരാളെ പോലും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച ജോലി അതായിരുന്നു. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രംഗം വിടാൻ തീരുമാനിച്ചു. ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഈ കൗമിനെ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, ഈ കൗമിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, ഈ കൗമ് നന്നാവൂല, ഈ കൗമ് ശരിയാവൂല. എന്നാലും ഖുറാഫിന്നൊന്നും വിളിച്ചിട്ടില്ല യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. സ്നേഹിച്ചു ആ ജനങ്ങളെ, സഹിച്ച് സഹിച്ച് സ്നേഹിച്ചു. ഒരൊറ്റ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിലും പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു, കേൾപ്പിക്കേണ്ടത് കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. ശരിയാണ്, ഫലം അന്വേഷിക്കുക എന്നുള്ളത് ദായിയുടെ വിശേഷണത്തിൽപ്പെട്ടതല്ല. നീ പ്രവർത്തിച്ചിട്ട് എന്തായി എന്ന് ചിന്തിക്കാൻ നിന്റെ ജോലിപ്പെട്ടതല്ല, പ്രവർത്തിച്ചോ എന്നേ നിന്റെ ജോലിപ്പെട്ടതുള്ളൂ. എന്റെ റിസൾട്ട് എന്ത് വല്ലാഹി നിന്നോട് ചോദിക്കുന്ന ആളെ ആഖിറത്തിൽ അല്ലാഹു തആല. നീ മസ്കത്തിന് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പറഞ്ഞിട്ട് എത്ര കാലമായി ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തായി വല്ലാഹി അല്ലാഹു ചോദിക്കൂല. നീ കറങ്ങിയോ, നീ ജോലി പൂർത്തിയാക്കിയോ, ഇതേ അല്ലാഹു തആല ചോദിക്കുള്ളൂ. 50 കൊല്ലം മെനക്കെട്ടിട്ട് ഒരാളെ പോലും കിട്ടിയിട്ടില്ല, അല്ലാഹു ചോദിക്കൂല നിന്നോട് ഒരാളെങ്കിലും കൊണ്ട് എന്താ വരാത്തത് എന്ന്. 10,000-കണക്കിന് നബിമാർ ഒരാൾ പോലും ഇല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകും. എന്നാൽ ലക്ഷക്കണക്കിന് അനുയായികളുള്ള പ്രവാചകന്മാരുടെ അതേ പ്രതിഫലം തന്നെ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കും. ഒരു കുഴപ്പം വരുത്തില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അജബല്ലി അംരിൽ മൂമിൻ, മൂമിനീങ്ങളുടെ കാര്യം എന്താ അത്ഭുതമാണ്. എന്ന് പറഞ്ഞാലും ലാഭം തന്നെയാണ് മൂമിനീങ്ങൾക്ക്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥലം കാലിയാക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ആരും അറിയാതെ ബഹുമാനപ്പെട്ട യൂനുസ് നബി നാട് വിട്ടു. ജനങ്ങളെ വെറുത്തിട്ട്, ജനങ്ങൾ ശരിയാകാത്തത് കൊണ്ട് ഒരാളെ പോലും കിട്ടാത്തതിന്റെ പേര് ഇവന്മാര് ശരിയാവില്ല എന്നും പറഞ്ഞ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥലം വിടാൻ തീരുമാനിച്ചു. നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു കപ്പൽ തുറമുഖത്തിലേക്കാണ്. യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കപ്പലിൽ ടിക്കറ്റ് ഒപ്പിച്ചു. ബഹുമാനപ്പെട്ട യൂനുസ് നബി ആ കപ്പലിൽ കയറി പറ്റി. യാത്രക്കാരെയും കൊണ്ട് കപ്പൽ പുറപ്പെട്ടു. ശരിക്കും മനസ്സിലാക്കിയിരിക്കണം ദായികൾ, തൗഹീദിന്റെ പ്രബോധകന്മാർ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവങ്ങളും ചരിത്രങ്ങളും പറഞ്ഞു തരുന്നത്? എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ നാം പരിശീലിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ സ്വന്തത്തോട് ചോദിക്കാനാണ്. കഥ എഴുതിയിട്ട് പുസ്തകം വിറ്റ് കാശുണ്ടാക്കാനല്ല, പ്രസംഗിച്ചിട്ട് സിഗി അടിച്ചിട്ട് കാശുണ്ടാക്കാനുമല്ല, മറിച്ച് അല്ലാഹു തആല പൂർവികന്മാരായ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ നാം എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ. ആ പരിശോധനയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധകന്മാരെ ജയിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താ? ഇയശയുദിഹിബുക്കും വയൽതി ബിഖൽഖിൻ ജദീദ്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ലെന്ന് നിങ്ങളെ ഞാൻ പുറത്താക്കും, നിങ്ങളെ ഞാൻ പോക്കും, എന്നിട്ട് ഞാനൊരു പുതിയ സമൂഹത്തെ എന്റെ വഹദാനിയത്ത് പ്രചരിപ്പിക്കാൻ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ അല്ലാഹു തആല. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങളല്ലാത്തൊരു ഖൗമിനെ ഞാൻ പകരം കൊണ്ടുവരും, എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ തൗഹീദിന്റെ പ്രബോധനം നടത്തും. അല്ലാഹു അക്ബർ. കാലഘട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കി, എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം ആവർത്തിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 100 കണക്കിന് വർഷം അല്ലാഹുവിന്റെ വഹദാനിയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ടിട്ട് റിസൾട്ട് കിട്ടാതെ വന്നപ്പോൾ നിരാശപ്പെട്ടിട്ട് നാട് വിട്ടതാ. കപ്പൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി യാത്ര കപ്പൽ പുറപ്പെട്ടു. ഏതാണ്ട് യാത്രക്കാർ എണ്ണ കൂടുതൽ വന്നു. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റിയതാണ് യാത്രക്കാരെ. അവസാനം കയറിയത് യൂനുസാണ്. യാത്രാ കപ്പൽ കടലിലെത്തി ഭാരം കൊണ്ട് മുങ്ങാൻ പോകുകയാണ്. വെള്ളം കയറാൻ തുടങ്ങി. കപ്പൽ തൊഴിലാളികളുടെ കീഴ്വഴക്കമനുസരിച്ച് യോഗം കൂടി. അവർക്കൊരു അലിഖിത നിയമമുണ്ട്. യാത്രക്കാരുടെ പേരുകൾ എഴുതിയിട്ട് നറുക്കിടുക. നറുക്കിൽ പേര് വന്നവരെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കപ്പലിന്റെ ഭാരം കുറയ്ക്കുക, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുക ചെയ്തു. നറുക്ക് വന്നത് ബഹുമാനപ്പെട്ട യൂനുസ് നബിന്റെ പേരാണ്. അള്ളാഹുവിന്റെ തർത്തീബാണ്. എന്തിന്? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അയാളെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച ജോലി നിർവഹിക്കുന്നതിന്റെ പൊരുൾ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു തആല അത് ചെയ്തിരിക്കും.
ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നറുക്ക് വന്നപ്പോൾ കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളായി. അതിനുവേണ്ടി ഒരുക്കങ്ങൾ കൂട്ടി. ആ സന്ദർഭത്തിൽ വേറൊരു ജോലി നടന്നുകൊണ്ടിരിക്കുന്നു കടലിൽ. യാത്രക്കാരുമായി ഓടുന്ന കപ്പലുകളെ അടിമറിച്ചിട്ട് അതിൽ നിന്ന് മുങ്ങിത്താഴുന്ന മനുഷ്യരെ വിഴുങ്ങി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉഗ്രന്മാരായ മത്സ്യക്കൂട്ടം കപ്പലിന്റെ പിറകെ ഓടുകയാണ്. മുതുകുകൊണ്ട് തള്ളി കപ്പലിനെ മറിച്ചിടുക, എന്നിട്ട് മുങ്ങിത്താഴുന്ന ജനങ്ങളെ വിഴുങ്ങി ഭക്ഷണത്തിന് ഉപയോഗിക്കുക. ആ രീതിയിൽ മത്സ്യക്കൂട്ടം കപ്പലിന്റെ പിറകെ. അപ്പോഴാണ് കപ്പലിൽ നിന്ന് ഒരു മനുഷ്യൻ കടലിലേക്ക് വന്ന് വീഴുന്നത്. മത്സ്യക്കൂട്ടം ഓടിക്കൂടി വാ പിളർന്ന് അള്ളാഹുവിന്റെ കൽപ്പന യൂനുസിനെ തൊട്ടുപോകരുത് എന്ന്. തൊട്ടോ തൊട്ടോ ഈ സംഭവം കേട്ടിട്ടുണ്ടോ? സുബീസ്ക്ക് ചെറിയ മസ്കത്തിന് ഒന്ന് കൂടുതലല്ലേ, പിന്നെ എവിടെ വെക്കാനാ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. വല്ലതും മനസ്സിലാൻ തൊട്ടില്ല സുഹൃത്തുക്കളെ. മത്സ്യം ബാ പിളർന്നേടത്ത് നിന്നു. അതിൽ നിന്നൊരു മത്സ്യത്തോട് ഉടമസ്ഥന്റെ കൽപ്പന യൂനുസിനെ ആമാശയത്തിൽ വഹിക്കണം, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. അതെങ്ങനെ? അതാണോ നാം ഇന്നലെ പറഞ്ഞത്? കലിമയുടെ ആറാമത്തെ വകുപ്പ് എന്താ? കലിമയുടെ ആറാമത്തെ വകുപ്പ് എന്താ? لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അപ്പോൾ നമ്മൾ കലിമ പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ കലിമ പോയിരിക്കും നോക്കൂ. وهو على كل شيء قدير എത്തുമ്പോൾ എന്നാലും ഒരു സാഹിബേ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അള്ളാഹ് തന്നെ എന്നാലും അങ്ങനെ അള്ളാഹ് തന്നെ സംഗതി. എന്നാലും എന്നത് ശിർക്കിന്റെ ചേരുവയാണ്. പുട്ടിന്റെ ഇടയിൽ തേങ്ങയിടുന്ന പോലെ. മുഅ്മിനീങ്ങൾ ശിർക്കിലേക്ക് ചെന്നെത്തുന്നത് ആദ്യമായി ശൈത്താൻ ഉപയോഗിക്കുന്ന ഉപാധി എന്താണെന്നറിയുമോ? എന്നാലും. ഒരു സഹോദരൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോട്ടിലേക്ക് വേറൊരു സഹോദരനെ കണ്ടുമുട്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കൈഫ ഹാലക് യാ ശൈഖ്? അൽഹംദുലില്ലാഹ് ഫീ ഖൈരിൻ വആഫിയ. സന്തോഷമാണ്, റാഹത്താണ്. എന്റെ കുഞ്ഞിന് സുഖമില്ലാതെ കുറച്ച് നാളായി, കുറച്ച് പ്രയാസത്തിലാണ്, ഭയങ്കരമായ അസുഖം, കുറെ ചികിത്സിച്ചു, ഒരു ഭേദവും കാണുന്നില്ല. അപ്പൊ മറ്റേ സഹോദരൻ, നീ പേടിക്കേണ്ട, വല്ലാഹു യശ്ഫി, അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ ശിഫയാക്കി കൊടുക്കും. അപ്പോൾ ഇവന്റെ വാദ അല്ലാഹു ശിഫയാക്കും, എന്നാലും വല്ലാഹി എന്നാലും എന്ന പ്രയോഗം ശിർക്കിന്റെ വാക്കാണ്. അല്ലാഹുവിന്റെ കാര്യത്തിൽ പിന്നെ എന്നാലും എന്ന വിഷയം നിനക്ക് യഖീനായിട്ടില്ല എന്നതിന് തെളിവാണ്. അല്ലാഹുവിന്റെ കാര്യത്തിൽ നിന്റെ വാക്യം എന്താ? വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവിടെ എത്തിയിരുന്നുവെങ്കിൽ നീ അങ്ങനെ പറയുമായിരുന്നില്ല. അപ്പൊ നിനക്ക് കലിമ പൂർത്തിയായിട്ടില്ല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർത്തി, വഹദഹുവിനെത്തിയിട്ടില്ല, ലാ ശരീക ലഹുവിനെത്തിയിട്ടില്ല, ലഹുൽ ഹംദുനെത്തിയിട്ടില്ല, ലഹുൽ മുൽക്കിനെത്തിയിട്ടില്ല, വലഹുൽ ഹംദിനെത്തിയിട്ടില്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് ഫൈനൽ സ്റ്റേജാണ്, അത് ഇഹ്സാന്റെ സ്റ്റേജാണ്. അവിടെ എത്തുമ്പോഴേ ഉള്ളൂ തൗഹീദിന്റെ രുചി നിനക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുവരെ നിന്നെ അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ബുദ്ധി കൊണ്ട് അല്ലാഹു നിന്നെ പരിശോധിക്കും, നിന്റെ ഇൽമു കൊണ്ട് അല്ലാഹു നിന്നെ പരിശോധിക്കും, നിന്റെ ആരോഗ്യം കൊണ്ട് അല്ലാഹു നിന്നെ പരിശോധിക്കും, നിന്റെ സമ്പത്ത് കൊണ്ട് അല്ലാഹു നിന്നെ പരിശോധിക്കും. എന്തിന്? വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എത്തുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ. ഇല്ലേ, നീ അവിടെ എത്തൂല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലപ്പോൾ എത്തിന്ന് വരും, വഹദഹു എത്തിന്ന് വരും, ലാ ശരീക ലഹു എത്തിന്ന് വരും, ലഹുൽ ഹംദുലും ലഹുൽ മുൽക്കിലും എത്തിന്ന് വരും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എത്താതെ നിനക്ക് മാർക്ക് കിട്ടില്ല. അവിടെ നീ ഫെയിലാവും. അതോടുകൂടി നീ 10ാം ക്ലാസ് 1ാം ക്ലാസ്സിലേക്ക് ജയിക്കും. നമ്മളൊക്കെ ജയിച്ചതുപോലെ. പിന്നെ ആദ്യം മുതൽ LKG മുതൽ തുടങ്ങണം, ഇപ്പൊ തുടങ്ങിയതുപോലെ. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ആമാശയത്തിലാണ്. അല്ലാഹുവിന്റെ കൽപ്പന യൂനുസിനെയും കൊണ്ട് കടല് മുഴുവനും നീന്തണമെന്ന്. ആ ആമാശയത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ട? വളരെ വ്യക്തം. അല്ലാഹു തആല എന്ത് പറഞ്ഞാലും, അല്ലാഹു എന്ത് നിർദ്ദേശിച്ചാലും, അല്ലാഹു എന്ത് വിശദീകരിച്ചാലും നമുക്കൊരു മറുപടിയാവുള്ളൂ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതിനപ്പുറത്ത് ചർച്ചയില്ല. അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചത് എന്താണ്?
അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുകയാണ് ഈ മത്സ്യം. എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, എത്ര ദിവസമായി വിശ്രമിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്ന മത്സ്യത്തിന് എന്നെ ഭക്ഷണമാക്കാൻ സാധിച്ചില്ല, നടന്നില്ല. എത്ര കൃത്യമായിട്ടാണ് ഈ മത്സ്യം അള്ളാഹുവിനെ അനുസരിച്ചത്. എങ്കിൽ ഞാൻ യൂസുഫ് ചിന്തിച്ചു, എങ്കിൽ ഞാൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. എന്നോ ഇടക്കിടക്ക് മിണ്ടിയേ പറ്റൂ. ബഹുമാനപ്പെട്ട യൂനുസ് നബി പറഞ്ഞ വാക്ക് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അവിടെ പറഞ്ഞു, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത. യാ അല്ലാഹ്, നീ അല്ലാതൊരു മഅബൂദ് ഇല്ല പഠിച്ചവനെ. സുബ്ഹാനക് സുബ്ഹാനക്, ഞാൻ ചിന്തിച്ചത് മുഴുവനും അബദ്ധമായി പോയി അല്ലാഹ്. സുബ്ഹാനക്. എന്താണ് തസ്ബീഹ്? എന്താണ് തസ്ബീഹിന്റെ മാന? മൈന തസ്ബീഹ് കുറച്ചുകൂടി മുമ്പോട്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാ. അള്ളാഹു അൻസർ നമ്മളുടെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. കണ്ട ഇപ്പൊ റാഹത്ത് തോന്നില്ലേ? അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ ക്യാമറയും കൊണ്ടെടുത്തേക്കാൻ പോകുന്ന തൽക്കാലം എവിടെയും പോകണ്ട, അവിടെ നിന്നാ മതി. അത് ഉള്ള പോലെ കിട്ടിയാൽ മതി. അതാവുമ്പോൾ നിന്നാൽ ശരിയാവില്ല, ബേക്കറികളൊക്കെ കാണൂല. എന്താണ് തസ്ബീഹിന്റെ മായന? മാമേന തസ്ബീഹ് എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തസ്ബീഹിനെ സംബന്ധിച്ച്? ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ ഇല്ല. എന്റെ ബഹുമാനമുള്ളവരെ, എനിക്കറിയാം നിങ്ങൾ ഇനി മലയാളത്തിൽ എന്നോട് പറയില്ല എന്ന് എനിക്കറിയാം. സ്തുതിക്കുക എന്നെ പറഞ്ഞു. നിങ്ങൾ മലയാളത്തിൽ പറയണ്ട, പറഞ്ഞാൽ കുലുക്കുൽ കൊള. തസ്ബീഹ് പരിശുദ്ധനാക്കുക, പിന്നെ ശുദ്ധിക്കുന്നതൊക്കെ ഇല്ല. എന്താണ് തസ്ബീഹ്? തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവല്ലാത്തവർ, അള്ളാഹുവിന്റെ മഖ്ലൂക്കുകൾ എന്തൊക്കെ ആരോപണങ്ങളും എന്തൊക്കെ കുറ്റങ്ങളും അള്ളാഹുവിനോട് യോജിക്കാത്ത എന്തെല്ലാം വിശേഷണങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവനും ഞാൻ തള്ളി നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു അള്ളാഹുവേ. ഇതാണ് തസ്ബീഹിന്റെ മാന. അള്ളാഹിനെ സംബന്ധിച്ച് മറ്റുള്ളവർ നൽകിയ ആരോപണത്തിൽ നിന്ന് അള്ളാഹുവിനെ പൂർണ്ണമായി ഒഴിവാക്കുക. ഇതാണ് തസ്ബീഹ്. ഉടൻ തന്നെ മറ്റൊന്നും കൂടി വേണം ഒന്നിച്ച്. എന്താ തസ്ബീഹിന്റെ ഒന്നിച്ച് ചെയ്യേണ്ടത്? എന്താ തഹ്മീദ്. തസ്ബീഹ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മിക്കവാറും ഒരു ബോർഡ്, ഒരു ചോക്ക്, ഒരു ചൂറിലെല്ലാം വേണ്ടി വരും. തസ്ബീഹ് കഴിഞ്ഞാൽ പിന്നെ തഹ്മീദ്. മാമൈന തഹ്മീദ്. എന്താണ് തഹ്മീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തസ്ബീഹിന്റെ മൈന മനസ്സിലായി. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പല ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിന്റെ മോനാണെന്ന് നസാറകൾ ആരോപണം പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ പെമ്മക്കളാണെന്ന് മുശ്രിക്കുകൾ ആരോപണം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരാണെന്ന് ജൂതന്മാർ ആരോപണം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആലക്ക് യോജിക്കാത്ത, അള്ളാഹിന്റെ വഹദാനിയത്തിന് യോജിക്കാത്ത, അതേപോലെ തന്നെ അള്ളാഹുവിനെ കൂടാതെ ചിലരൊക്കെ അള്ളാഹ്ക്ക് സഹായിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അള്ളാഹിന്റെ ഇടക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അള്ളാഹുവിന് പാർട്ട്ണർമാരായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്ത്, റുബൂബിയ്യത്ത്, അസ്മാ സിഫാത്തുകൾക്ക് യോജിക്കാത്ത പലതരത്തിലുള്ള വിശേഷണങ്ങളും മഖ്ലൂക്ക് പറഞ്ഞിട്ടുണ്ട്. ഹേ അല്ലാഹ്, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ മുക്തനാക്കുന്നു. സുബ്ഹാനല്ലാഹ് എന്ന വാക്കിന്റെ മാന അതാണ്. പക്ഷെ അതോടെ നിർത്തരുത്. ഉടൻ തന്നെ അതിന്റെ ഒപ്പം എന്ത് വേണം? തഹ്മീദ് വേണം. എന്താണ് തഹ്മീദ്? ഏ അല്ലാഹ്, നിന്നെ പറ്റി നീ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിന്റെ റസൂലുള്ളാഹി തങ്ങൾ നിന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് തഹ്മീദ്. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. അർത്ഥം പൂർത്തിയായി. സുബ്ഹാനല്ലാഹ്, നിന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ ആരോപണം പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ തള്ളുന്നു. വ ബിഹംദിഹി, നിന്നെ പറ്റി നീ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ കൊള്ളുകയും ചെയ്യുന്നു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടെന്നാണ് കൂലി എത്രയാണ്? അത് തുല്യമായൊരു പ്രതിഫലം വേറെ ഒരു അമലിനും കിട്ടൂല. റസൂൽ തങ്ങൾ പറഞ്ഞു, രാവിലെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി 100 പ്രാവശ്യം പറയണം.
അസ്ർ കഴിഞ്ഞിട്ടും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം പറയണം. സ്വഹീഹായ സനദുൽ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഈ 100 പ്രാവശ്യം രാവിലെയും 100 പ്രാവശ്യം വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി വബിഹംദി ഈ 100 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പറയുന്ന ഒരാൾക്ക് വേറെ അമൽ ചെയ്താലും അതിന് പകരം കിട്ടുകയില്ല. അതേപോലത്തെ അമൽ വേറെ ആൾ ചെയ്താലല്ലാതെ റസൂലുള്ളാഹി. അവിടെ നാളെ രാവിലെ മുതൽ ഇൻഷാ അല്ലാഹ് ഈ തസ്ബീഹും തഹ്മീദും അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. തയ്യാറാവോ? ഇൻഷാ അല്ലാഹ് എന്തൊരു ബലയില്ലാത്ത, ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ശീലമില്ലാത്തോണ്ടാണ്. രണ്ട് കലിമ ഉണ്ട്. 2 കലിമ, ഒന്ന് തൗഹീദിന്റെ കലിമ, പിന്നെ ഒന്ന് നിയ്യത്തിന്റെ കലിമ. തൗഹീദിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുർആൻ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കലിമ ഖുർആൻ പഠിപ്പിച്ചത് നിയ്യത്തിന്റെ കലിമയാണ്, തീരുമാനത്തിന്റെ കലിമ. എന്താണത്? ലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതേ ബഹുമാനം ആർക്കും കൊടുക്കണം? ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അതുകൊണ്ട് ബലഹീനമാവാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാനൊരു യാഥാസ്ഥികനായി പോവോ? ഒന്നും തോന്നിപ്പോന്നില്ലല്ലോ. തോന്നണ്ട. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ബാക്കി എന്താ പറയുക? ഒരു രസമാണല്ലേ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് എഴുതി കാറിന്റെ ബാക്കിൽ മാഷാ അല്ലാഹ് എഴുതി കണ്ണൂരോ കാസർഗോഡോ കോഴിക്കോട്ടെല്ലാം ബാറിന്റെ മുമ്പിൽ പോയാലും മാഷാ അല്ലാഹ് കാറ് ബാറിന്റെ മുമ്പിൽ കാണാം. വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നാളെ രാവിലെ മുതൽ ഉടമസ്ഥനായ റബ്ബിനെ സ്നേഹിക്കണം, പ്രേമിക്കണം. എന്റെ നഫ്സോടും നിങ്ങളോടും സഹോദരിമാരോടാണ് പറയണത്. നാളെ രാവിലെ മുതൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്റഫുൽ ഖൽഖ് വിരലുകൊണ്ട് എണ്ണിയിട്ട് പറയുമായിരുന്നു എന്ന് സഹാബാക്കൾ പറഞ്ഞു. ഇങ്ങനെയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നീ വിരലുകൊണ്ട് എണ്ണുക, തീർച്ച ആ വിരലുകൾ നിനക്ക് നാളെ സാക്ഷിയാണ്. അള്ളാഹുവേ, നിന്റെ ബഹുമാനങ്ങൾ പറയുമ്പോൾ ഇവൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. പ്രവാചകന്റെ എണ്ണം നാം സ്വീകരിച്ചോളണം. കൂട്ടാൻ നമുക്ക് അവകാശമില്ല, കുറക്കാനും നമുക്ക് അവകാശമില്ല. 4654 ആക്കാനോ 6666 ആക്കാനോ 75,000 ആക്കാനോ അങ്ങനത്തെ ഒരവകാശം നമുക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്ന കണക്ക് 1 മാത്രം പറഞ്ഞതുണ്ട്, 3 വട്ടം പറയേണ്ടതുണ്ട്, 4 വട്ടം പറയേണ്ടതുണ്ട്, 7 വട്ടം പറയേണ്ടതുണ്ട്, 10 വട്ടം പറയേണ്ടതുണ്ട്, 100 വട്ടം പറയേണ്ടതുണ്ട്. 100ൽ കൂടുതൽ പറയേണ്ട ഒരു കേസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എണ്ണത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് എണ്ണം തീവ്രമായിരിക്കണം. ഒരു കാരണവശാലും 100 എന്ന് പറഞ്ഞത് 101 ആക്കാൻ നമുക്ക് അവകാശമില്ല. ആ 101ാമത്തത് വിദഗ്ധായിരിക്കും. 3 എന്ന് പറഞ്ഞത് 4 ആക്കാനോ 100 ആക്കാനോ നമുക്ക് അവകാശമില്ല. അത് റാത്തീബുകാരെ കണക്കാ, ഷിയാക്കളെ കണക്കാ. ഷിയാക്കളാണ് റാത്തീബ് ഉണ്ടാക്കുക. 111 അല്ലാഹ്, 113 ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഹാ 100, ഹീ 100, ഹൂ 100, എല്ലാം കൂടി 300. നല്ല ഷിയാക്കളെ പരിപാടിയാണ് പഴയ കാലത്ത്. ഷിയാക്കളുടെ ഈ പരിപാടി കാണുന്ന കേരളത്തിൽ സംജാതമായി 700 കൊല്ലം 800 കൊല്ലം പഴക്കമുള്ള വിദഗ്ധരുണ്ട് നമ്മുടെ കേരളത്തിൽ. 900 കൊല്ലം 1000 കൊല്ലം പഴക്കമുള്ള വിദഗ്ധകൾ കേരളത്തിലുണ്ട്. ഇതിന് മുഴുവനും അതിന്റെ ഫൗണ്ടർമാര് ഷിയാക്കളാ. ഷിയാ സ്വാധീനം കേരളത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഏതെല്ലാം കാലത്തിൽ അറബികൾ കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ ഷിയീസം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ കാണുന്ന മുഴുവൻ അനാചാരങ്ങളും മുഴുവനും ഷിയീസമാണ്. റാത്തീബുകൾ, മൗലൂദുകൾ, അതിന്റെ വിജ്ഞാതാക്കൾ ഷിയാക്കളാണ്. അവരാണ് വാക്കുകളുണ്ടാക്കുന്നത്. ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും 4 സ്വലാത്ത് വരെയുള്ള സലാത്തിന്റെ ഇറക്കുമതിക്കാർ ഷിയാ സമൂഹമാണ്. കാരണം ജൂതന്മാരുടെ തന്ത്രമാണത്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു എണ്ണം, ആ എണ്ണത്തിൽ കൂടുകയും കുറയുകയും ചെയ്ത വിദഗ്ധാകുമെന്ന് ജൂതന്മാർക്കറിയാം. ഈ ഉമ്മത്തിനെ കൊണ്ട് വിദഗ്ധ ചെയ്യിപ്പിച്ചാൽ ആ അമൽ ആകാശത്തിലെത്തൂല, അത് ജൂതന്മാർക്കറിയാം. ആകാശത്തിലെത്താത്ത അമല് ഒരിക്കലും ഈ ഉമ്മത്തിന് ദുനിയാവിൽ ഗുണം ചെയ്യൂല എന്ന് ജൂതന്മാർക്കറിയാം. അതെ, ജൂത സമൂഹത്തിനറിയാം മുസ്ലിം ഉമ്മത്തിനെ കൊടിച്ചിപ്പട്ടിയെ പോലെ ഇറച്ചിക്കട്ടിട്ടിട്ട് ചൊട്ടിയാൽ വിളിക്കാൻ വരും. ആ രീതിയിൽ മുസ്ലിം ഉമ്മത്തിനെ ആക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ശിർക്കും വിദഗ്ധത്തും പരിശീലിപ്പിച്ചാൽ മതി മുസ്ലിമീങ്ങൾക്ക്. അതാണ് ഒരു തന്ത്രം. മനസ്സിലാക്കണോ? മലബാർ ഭാഗത്തൊക്കെ തെക്കൻ കേരളത്തിന് വലിയ കാണില്ല. കാരണം തെക്കൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മദ്രാസിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ്. മലബാർ കാലത്തുള്ള മുസ്ലിമീങ്ങൾ 1435 കൊല്ലം പഴക്കമുള്ള മുസ്ലിമീങ്ങളാണ് കേരളത്തിലുള്ള മലബാറിലുള്ളത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എത്ര കൊല്ലം പഴക്കമുണ്ട്? 1435 കൊല്ലം പഴക്കമുണ്ട് കേരളത്തിൽ ഇസ്ലാമിന്. ഇടയ്ക്കൊരു കാലഘട്ടത്തിലും അത് ഡിസ്കണക്ട് ആയി പോയിട്ടില്ല. ഇന്ത്യയിൽ
മുഹമ്മദ് ബിൻ ഖാസിം മുസഖഫിയുടെ കാലത്തോടെ ഇസ്ലാം വന്നെങ്കിലും വടക്കേ ഇന്ത്യയിൽ ഇടക്കിടക്കൊക്കെ ഡിസ്കണക്ട് ആവാറുണ്ട്. എന്നാൽ മലബാറിലായിട്ടില്ല. 1435 കൊല്ലത്തിനിടയിൽ ഇസ്ലാം ഇല്ലാത്തൊരു ചരിത്രം മലബാർ മാനുവലില്ല. ചോദിക്കുക ചരിത്രം. ഈ 1435 കൊല്ലം പഴക്കമുള്ള കേരളത്തിൽ 1100 കൊല്ലം പഴക്കമുള്ള വിദ്യാർത്ഥികൾ നിലവിലുണ്ട്. ഇപ്പോഴും 1900 കൊല്ലം പഴക്കം. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പച്ചയായിട്ട് പറയട്ടെ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഹദീസ് പഠനം ആരംഭിച്ചിട്ട് 135 കൊല്ലമേ ആയിട്ടുള്ളൂ. മൊഹീദ്ദീന്മാരൊക്കെ 600 കൊല്ലത്തെ പഴക്കമുണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഹദീസ് പഠിക്കാൻ തുടങ്ങി. എത്ര കൊല്ലമായിട്ടുള്ളൂ? വെറും 135 കൊല്ലത്തിന് ഇപ്പുറത്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഹദീസ് പഠിക്കാൻ തുടങ്ങിയത്. അതേസമയത്ത് മൊഹീദ്ദീന്മാരുടെ ചരിത്രം എത്രയാ? 600 കൊല്ലമാണ്. എന്നാൽ 900 കൊല്ലം പഴക്കമുള്ള മൗലൂദ് കേരളത്തിൽ നിലവിലുണ്ട്. അതേസമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് ഷാവുല്ലാഹി ദഹ്ലവി ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്ന് കിട്ടിയ പ്രചോദനം, അങ്ങനെയാണ് വടക്കേ ഇന്ത്യയിൽ ഹദീസ് ഇല്ലാൻ തുടങ്ങിയത്. പക്ഷെ ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഹനഫി തീവ്രവാദികൾ വിട്ടില്ല. ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഹദീസ് അനുസരിച്ച് ഹദീസ് വിപ്ലവം, ഇൽമുൽ ഹദീസ്, അതനുസരിച്ച് മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് അമലുകളുടെ നിസ്ബ ചേർക്കാൻ ദഹ്ലവി മെനക്കെട്ടെങ്കിലും ഹനഫി തീവ്രവാദികൾ വടക്കേ ഇന്ത്യയിൽ വിട്ടില്ല. ഒരുപാട് പരിശ്രമിച്ചു ആ മഹാൻ. അതിന്റെ ബാക്കിയായി ഒന്ന് ചെയ്യാൻ കഴിഞ്ഞു. ദൈവബന്ധ ദാറുൽ ഉലൂം ഹദീസ് പഠനത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ്. ആദ്യത്തെ സ്ഥാപനം ദൈവബന്ധ ദാറുൽ ഉലൂം. എത്ര കൊല്ലം? 140 കൊല്ലത്തിന് പഴക്കമുണ്ട് ദൈവബന്ധത്തിൽ. അതിനു മുമ്പ് ഹദീസ് പഠനത്തിന് പ്രത്യേക കേന്ദ്രം ഇന്ത്യയിലില്ല. അതേസമയത്ത് മുദീസ്മാലൊക്കെ എത്തിയിട്ടുണ്ട് 600 കൊല്ലം പഴക്കമുണ്ട്. ചില റാത്തീബുകൾക്ക് 900 കൊല്ലം പഴക്കമുണ്ട്. 900 കൊല്ലം പഴക്കമുള്ള ഒരു വരി വെക്കാൻ പാടിത്തരാം. ലീ ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തള വബിനാഹുമാ വൽ ഫാത്തിമ. ശിയാക്കളെ പരിപാടിയാ. പഴയകാല മലബാറിലെ വീടുകള് ഫ്രണ്ട് വാതിലിൽ ആശാരിയെ കൊണ്ട് കൊത്തിക്കുഴി ബെയ്ത്ത്. അടുത്ത കാലം വരെ കലണ്ടറിൽ വിൽക്കുന്ന കലണ്ടർ, കച്ചവടക്കാർ വിൽക്കുന്ന കലണ്ടർ, ആ കലണ്ടറിൽ ഈ ബെയ്ത്ത് ഒതുക്കുമായിരുന്നു അടുത്ത കാലം വരെ. അതേ തൗഹീദിനെ സംബന്ധിച്ച് നവോത്ഥാന നായകന്മാർ തൗഹീദ് എന്താണെന്ന് കേരളക്കരയിലെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത് വരെയും ഈ ബെയ്ത്ത് പരമ്പരാഗതമായി ഉപയോഗിക്കും. എന്താണ് ബെയ്ത്തിന്റെ ഉള്ളടക്കം അറിയാമോ? ബർക്കത്തോടുകൂടി കടലാസിൽ എഴുതിയിട്ട് പേഴ്സിൽ വെക്കും. മലബാറിലെ കാക്കാമാര് കടലാസിൽ എഴുതിയിട്ട് പേഴ്സിൽ വെക്കും. ലീ ഖംസത്തുൻ, എനിക്ക് 5 മക്കളെ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു? അങ്ങനെ ഇടക്കിടക്ക് പോയി വരും ചെയ്യാൻ പറ്റില്ല. ഒന്നിക്ക് പുറത്ത് അല്ലെങ്കിൽ അകത്ത്, ബൈലൊന്നും പറ്റൂല. എങ്ങനല്ലേ? ലീ ഖംസത്തുൻ, എനിക്ക് 5 അവതാരങ്ങളുണ്ട്. എനിക്ക് 5 അവതാരങ്ങളുണ്ട്. ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ, ഭയങ്കരമായ പകർച്ചവ്യാധികൾ, ഭയങ്കരമായ കോളറ, ഭയങ്കരമായ വസൂരി മുതലായ രോഗങ്ങൾ വന്ന് മനുഷ്യന്റെ മനസ്സിനെ കരിച്ചു കളയുമ്പോൾ ആ തീജ്വാല കെടുത്തിക്കളയാൻ എനിക്ക് 5 അവതാരങ്ങളുണ്ട്. ഒന്നാമത്തെ അവതാരം അൽ മുസ്തഫ, മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. രണ്ടാമത്തെ അവതാരം വൽ മുർത്തള, അലി റളിയല്ലാഹു തആല അൻഹുവാണ്. 3, 4 അവതാരം വബിനാഹുമാ, ഹസനും ഹുസൈനുമാണ്. 5ാമത്തെ അവതാരം അൽ ഫാത്തിമ, ഫാത്തിമയാണ്. എങ്ങനെയുണ്ട് സിയായിസം? ചിന്തിക്കൂല. റസൂലുള്ളാഹി തങ്ങളല്ലേ, അലിയല്ലേ, ഹസനല്ലേ, ഹുസൈനല്ലേ, ഫാത്തിമയല്ലേ? ഇങ്ങനെ പരിപാടി ഷിയാക്ക കൊണ്ടുവന്നുള്ള കാര്യം എപ്പോഴാ കേരളക്കാർ മനസ്സിലാക്കി തുടങ്ങിയത്? വെറും 100 കൊല്ലത്തിനിപ്പുറം. അതുവരെയും ഹൃദയത്തിൽ കൽബിലേറ്റ് നടന്നു ഈ പദ്യശകലത്തെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അതുകൊണ്ടാണ് നാം കേരളത്തിലെ മഹാഭൂരിപക്ഷവും ഷിയാക്കൾ എന്ന് പറയുന്നത്. ഷിയായിസമാണ് കേരളത്തിന്റെ അടിസ്ഥാനം. ഷിയ സമ്പ്രദായങ്ങൾ നടപ്പിൽ വെക്കുക എന്നുള്ളതാണ് ഷിയയിസത്തിന്റെ ഭൂരിപക്ഷത്തെ താല്പര്യം. പേർഷ്യൻ ഷിയ സമൂഹത്തിന്റെ കടന്നുകയറ്റമാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ചിട്ട് കേരളത്തില് ഇത്തരം അനാചാരങ്ങൾ കൊന്നുകൂടാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം. 4ാം നൂറ്റാണ്ട് മുതൽ ഹിജ്റാബ്ദം 4ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്താബ്ദം 11ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ ഭരണാധികാരികൾ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു. മുഗൾ രാജാക്കന്മാർക്ക് പേർഷ്യൻ ഭരണാധികാരികളുമായി വിവാഹബന്ധമുണ്ടായി. അങ്ങനെയാണ് ഷിയയിസം കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കടന്നു വന്നത്. അറബികളായ വ്യാപാര സംഘങ്ങൾ
അതിനെതിരെ ശബ്ദിക്കാൻ സംവിധാനങ്ങളില്ല, തൗഹീദി ദർശനങ്ങളില്ല, ഹദീസിന്റെ വിപ്ലവങ്ങളില്ല, ഖുർആനിന്റെ വിപ്ലവങ്ങളില്ല. ഖുർആനും ഹദീസും ഏടുകൾ സൂക്ഷിക്കപ്പെട്ട് അലമാരക്കകത്ത് വെച്ചു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അങ്ങാടിയിൽ പാരായണം ചെയ്ത് തൗഹീദ് പറയുന്ന ഖുർആൻ ഖബറിസ്ഥാനിൽ ഖബറിന്റെ ഓരത്തിരുന്ന് തോന്നാൻ വിധിക്കപ്പെട്ടതായി. ഹദീസ് ഏതെങ്കിലും ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരായ ക്രിസ്ത്യൻ മിഷണറിക്ക് റെഫറൻസ് ചെയ്യാനുള്ള ഗ്രന്ഥം മാത്രമായി ഉമ്മത്തിനോ അനുഷ്ഠാന കാര്യത്തിൽ ഹൈലിന്റെയും നിഫാസിന്റെയും ജനാബത്തിന്റെയും മസല പഠിക്കലാണ് ഇസ്ലാം എന്ന തെറ്റിദ്ധാരണയും വന്നു. അത് കാര്യം. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ നാം കാര്യങ്ങളെ കാണണം. വളരെ ഗൗരവത്തോടെ നാം കാര്യങ്ങളെ കാണണം. നിസ്സാരമായിക്കൂടാ. ഇത് ഈമാൻ അള്ളാഹുവിന്റെ മഖ്സദുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അള്ളാഹുവിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ അതുപോലെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ വർത്തമാന കാലഘട്ടവുമായിട്ട് ചരിത്രത്തെ സംയോജിപ്പിക്കണം. എന്നിട്ട് ഇന്നലകളുടെ യാഥാർത്ഥ്യം നാളുകളുടെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ഇന്നുകളിൽ ആ സത്യത്തിന് നാം സാക്ഷികളാവണം. അതാണ് തൗഹീദിന്റെ പ്രബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് തൗഹീദിന്റെ പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എണ്ണം പറഞ്ഞപ്പോൾ അങ്ങോട്ട് കാര്യപ്പോയതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഒന്നെന്ന് പറഞ്ഞത് ഒന്നിൽ തന്നെ നിർത്തണം, അത് രണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല. റസൂലുള്ളാഹി തങ്ങൾ മൂന്നെന്ന് പറഞ്ഞത് മൂന്നിൽ തന്നെ നിർത്തണം, അത് 4, 5, 100 ആക്കാൻ നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ട്? റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്തൊരു വിഷയവും ശരീഅത്തിൽ ഇബാദത്താകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഇത്ര എണ്ണം ചൊല്ലണം എന്ന് പറയണമെങ്കിൽ റിസാലത്തിന്റെ കയ്യൊപ്പ് വേണം. വല്ലാഹി റിസാലത്തിന്റെ കയ്യൊപ്പില്ലെങ്കിൽ അത് ബിദ്അത്താണ്. ആ എണ്ണത്തിന് ബിദ്അത്താണ്. ചെയ്യുന്ന അമൽ ഇബാദത്തായിരിക്കാം, എണ്ണത്തിന് ബിദ്അത്തായിരിക്കും. അവിടെ സുമാറാകാൻ പറ്റിയ ഒരു കാര്യവും വളരെ കൃത്യമായിരിക്കണം. സുമാറായതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയ പല കാര്യങ്ങളും നമ്മുടെ ഉസ്താദുമാർ അയാത്താക്കി എന്ന് പറയുന്നത് തുല്യമാണ്. ഒന്നിക്കിൽ അശ്റഫുൽ ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ അശ്റഫുൽ അത് മനസ്സിലായില്ല, നമ്മൾ ഉസ്താദുമാർക്കാണ് മനസ്സിലായത് എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പൊ തന്നെ കാര്യം തീർന്നു അവന്റെ ഈമാന്റെ കാര്യം. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും പറഞ്ഞു കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ, സഹോദരൻ. ഇത് ദീനാണ്, ഇത് ദീനാണ്. എന്താണ് ഉസൂൽ? ഉസൂലു സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ അലൈഹി അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. സുന്നത്തിന്റെ അടിസ്ഥാനം നമ്മുടെ അടുത്ത് എന്താണ്? ബഹുമാനപ്പെട്ട സഹാബാക്കൾ, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾ ഏതൊരു കാര്യത്തിലാണോ തീവ്രത കാണിച്ചത്, അത് തീവ്രത കാണിക്കലാണ് നമുക്കും സുന്നത്ത്. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി തിരുത്തുകയും വളരെ ശക്തമായി ഉത്ബോധിപ്പിക്കുകയും ചെയ്ത എത്രയെത്ര സംഭവം. ചെറിയ നിസ്സാര കാര്യം, അതൊക്കെ ഫുറൂഇയാത്താണ്, ശാഖപരമായ കാര്യമാണ്. അടിസ്ഥാനപരമായ കാര്യം എന്താ? രാജ്യം ഭരിക്കുക, പാർലമെന്റ് മെമ്പറാകുക, MLA ആകുക, പഞ്ചായത്ത് മെമ്പറാകുക. ഈ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതൊക്കെ ശാഖാപരമായ കാര്യം. മനസ്സിലാൻ ചെയ്യട്ടെ, എല്ലാത്തും വീട്ടെ. അതിന്റെ പേരൊന്നും നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട. നമ്മൾ വേണ്ടത് പോട്ടെ, അങ്ങോട്ടൊക്കെ പോയാൽ ശരിയാവില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം കൂഫയിലേക്ക് താമസം മാറ്റി. മിക്ക സഹാബാക്കളും കൂഫയിലായിരുന്നു താമസം തങ്ങളുടെ വഫാത്തിന് ശേഷം. അലി റളിയല്ലാഹു തആലയുടെ കാലത്തോടുകൂടി ഇസ്ലാമിക തലസ്ഥാനം കൂഫയായി, ഇറാഖായി. അലി റളിയല്ലാഹു തആല അന്നുവാണ് കൂഫയിലേക്ക് ഇസ്ലാമിക തലസ്ഥാനം മാറ്റിയത്. എന്തുകൊണ്ട്? ലോകം മുഴുവനും ഇസ്ലാം എത്തി, നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു കേന്ദ്രം അതാണ്. മാത്രവുമല്ല ആഭ്യന്തര പ്രശ്നങ്ങളോ രാഷ്ട്രീയ പ്രതിസന്ധികളോ മദീന മുനവ്വറയുടെ പരിശുദ്ധതയ്ക്ക് കളങ്കം ചേർത്തുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല കൂടെ അല്ലാഹു തആല ചെയ്യിപ്പിച്ച ജോലിയാണ് മക്ക മുക്കറമയും മദീന മുനവ്വറയും സുരക്ഷിതമായിരിക്കാൻ. ഇന്നും ആ സുരക്ഷിതത്വം തുടരുന്നു, അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കൂഫയിലാണ് താമസം. ജാമിയ മസ്ജിദിന്റെ പരിസരത്താണ് വീട്. തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ പ്രഗത്ഭന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ പ്രഥമ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്
ഫഖീഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫഖീഹാണ്. ഒരു ദിവസം ഇവര് നിസ്കരിക്കാൻ പോക്ക് കൂഫ ജാമിയ മസ്ജിദിലാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകുന്ന സമയം നേരെ പള്ളിയിലേക്ക് പോകാതെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഗേറ്റിൽ കാത്തിരുന്നു. സുബൈക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താ സംഭവം സഹോദരൻ ഇപ്പോൾ കാണുന്നത്? എന്താ ഇവിടെ നിൽക്കുന്നത്? ഓ അബു അബ്ദുറഹ്മാൻ, ഞാൻ നിങ്ങളെയും കാത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഞാനൊരു വലിയൊരു കാര്യം കണ്ടു, ഒരു വലിയ വിഷയം പള്ളിയിൽ. റഅയ്തു ശൈഅൻ അൻകർതുഹു, എനിക്ക് നല്ലതായി തോന്നിയില്ല. പക്ഷേ ഖൈറല്ലാതെ വേറൊന്നും ഞാൻ അവരിൽ നിന്ന് കണ്ടിട്ടില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഖൈറ, പക്ഷെ ആ ചെയ്യുന്ന രീതി ഒരു ഇൻകാറുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്ര തൃപ്തികരമായി തോന്നിയില്ല. എന്താ അബൂ മൂസ വിഷയം? പറ. രണ്ട് സഹാബാക്കളെ നോക്കണം. അസ്ഹാബി കന്നുജൂം, അസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി, അസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി, ഫഇദാ ദഹബൂ അതാ ഉമ്മത്തി മാ യുഅദൂൻ. അല്ലാഹു അക്ബർ. എന്റെ സഹാബാക്കൾ എന്റെ ഉമ്മത്തിന്റെ സുരക്ഷയാണ്. എന്റെ സഹാബാക്കൾ പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന്റെ സുരക്ഷിതത്വം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഭദ്രമാണ് സഹാബാക്കളെ. സുഹാബി, എന്റെ സഹാബാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളണം. ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും. നിങ്ങൾ ഏതെങ്കിലും ഒരു സഹാബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള ഹുബ്ബിന്റെ പേരിലാണ്. വമൻ അബ്ഗളഹും ഫബിഗളബി അബ്ഗളഹും. ഏതെങ്കിലും ഒരു സഹാബിയോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നെ വെറുക്കുന്നത് പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹാബാക്കളെ സംബന്ധിച്ച് റിസർച്ച് നടത്താൻ മെനക്കെടണ്ട. ആ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ട് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം വിഷയങ്ങളൊക്കെ. ഒന്ന് ഞാൻ ചർച്ച ചെയ്യേണ്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി ചോദിച്ചു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, നിങ്ങൾ കണ്ടത് എന്താ? തങ്ങളെ പള്ളിയിൽ കുറെ ചെറുപ്പക്കാരിയ്ക്കുന്നുണ്ട്. അവർ നിസ്കരിക്കാൻ വേണ്ടി വന്നവരാണ്. അവര് ഒരു സംഘം ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ അമീറാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഴിയിൽ 100 കല്ലുകളുണ്ട്. അതിന്റെ ലീഡർ അമീർ അതിൽ നിന്നൊരു കല്ലെടുക്കും. എന്നിട്ട് അവരോട് പറയും, സബ്ബിഹു, എല്ലാവരും സുബ്ഹാനല്ലാഹ് പറഞ്ഞോളിൻ. ഇയാൾ പറഞ്ഞു കൊടുക്കും സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് സുബ്ഹാനല്ലാഹ് 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 ഓരോ തസ്ബീഹ് പറയുമ്പോൾ ഒരു കല്ലെടുത്തിട്ട് ഇപ്പുറത്തെ കുഴിയിലിടും. അങ്ങനെ 100 പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് പറയും കബ്ബിറു, ഇനി തക്ബീർ പറ. അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോഴും ഈ കല്ല് പൊറുക്കി ഇപ്പുറത്തേക്ക് ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും ഹല്ലിലു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അങ്ങനെ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് തങ്ങളെ ഞാൻ കണ്ടത്. ഖൈറല്ലാതെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെയ്ത രീതി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ബിദ്അത്തിനെതിരായിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന സഹാബിയാണ്. ഒന്നും വിട്ടുകൊടുക്കൂല, ഒരു പരിപാടിയും വിട്ടുകൊടുക്കൂല. അത് ശാഖാപരമായ കാര്യമല്ലേ. അബൂ മൂസ വിട്ടേക്കുന്നൊന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദേഷ്യം പിടിച്ചു. അബൂ മൂസ എന്തുകൊണ്ട് അവരെ പുറത്താക്കിയില്ല? അത് തങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ മനസ്സിലാക്കിയിട്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത്. തങ്ങളോട് പറഞ്ഞിട്ട് തങ്ങളെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് വേറൊരു മസലയും കൂടിയുണ്ട്. എന്താണ് മസല? തലയിരിക്കുമ്പം ബാലാടാൻ പാടില്ല. മനസ്സിലാവല്ലോ? തലയിരിക്കുമ്പം ബാലാടാൻ പാടില്ല. നമ്മളെ ബാല് മാത്രം ആടി അവസാനം ബാല് കാര്യം കൊണ്ടുപോയി തല ഉറങ്ങി പോകും. ഇവിടെ ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരിക്ക് ഇടപെടാമായിരുന്നു. പക്ഷെ ഒരു കുരുത്തം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. കുബറ ഉള്ളപ്പോൾ സൂറാക്കളിൽ നിന്ന് ഇൽമു നേടാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഉസൂലുസ് സുന്നയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കുബറ ഉള്ളപ്പോൾ സിഗാറിൽ നിന്ന് ഇൽമു നേടരുത്. വലിയവരുള്ളപ്പോൾ, അർഹതയുള്ളവരില്ലപ്പോൾ അർഹതയില്ലാത്തവരെടുത്ത് പോയിട്ട് ഇൽമു നേടാൻ മെനക്കെടരുത്. നമ്മൾ ചെയ്തത് മുഴുവനും അങ്ങനെയാ. ഇത് അർഹതയില്ലാത്തവന്റെ കയ്യിൽ കാര്യങ്ങൾ ചെന്ന് പെടുന്നത് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസയെയും കൂട്ടി പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കാൻ അവർ സുബഹി നിസ്കാരം ജമാഅത്ത് കാത്തിരിക്കുകയാ. ആ സമയത്ത് ചെയ്തൊരു ഇബാദത്താണ്. ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഖൈറല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെപ്പോലത്തെ എത്രയെത്ര നിങ്ങളെപ്പോലത്തെ എത്രയെത്ര ഖൈർ ഉദ്ദേശിച്ചവർ അവർ ശർറല്ലാതെ സമ്പാദിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുസ്തദ് പറഞ്ഞു, പോടാ, നിന്റെ സുബാനുള്ള നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണ് എനിക്ക് പഠിപ്പിച്ചത്? കല്ല് പറിക്കാൻ ഇങ്ങനെ എണ്ണാൻ ഹല്ലിലു കബ്ബിറു ആരാണ് പഠിച്ചത്? ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നു, നെഹ്റുവാൻ യുദ്ധത്തിൽ സഹാബാക്കളെ കൊന്നൊടുക്കുന്ന കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു എന്ന്. ബിദ്അത്ത് ചെയ്താൽ അങ്ങനെയാ. എന്താ ഇവിടെ ബിദ്അത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതോ, സുബ്ഹാനല്ലാഹ് പറഞ്ഞതോ, അല്ലാഹുക്ക് പറഞ്ഞതോ ബിദ്അത്ത്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ് ഇബാദത്താണ്. എങ്ങനെ പറയണം? റസൂലുള്ളാഹി എങ്ങനെ കാണിച്ചെന്നോ അങ്ങനെ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബാദത്താണ്. എങ്ങനെ ചൊല്ലണം? റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെ ചൊല്ലി കാണിച്ചെന്നോ അങ്ങനെ ചൊല്ലണം. അല്ലാഹു അക്ബർ ഇബാദത്താണ്. റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെ ചൊല്ലി കാണിച്ചെന്നോ അങ്ങനെ ചൊല്ലണം. അതിന് ഒന്നും വസ്ഫൻ ജിൻസൻ വവസ്ഫ അസ്ലൻ വവസ്ഫ, അസ്ലിലും ശരീഅത്തോട് യോജിക്കണം, വസ്ഫിലും ശരീഅത്തോട് യോജിക്കണം. അതിന്റെ അടിസ്ഥാനം ശരിയായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്ന രീതിയും റിസാലത്തിന്റെ കയ്യൊപ്പോടെ ആയിരിക്കണം. ഇല്ലാതെ ബിദ്അത്താവും. ആണ് കാര്യം. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇടയ്ക്ക് ഞാനൊരു അമല് പറഞ്ഞതാണ്, പെട്ടെന്ന് നടപ്പിലാക്കണം. ആയുസ് എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. എത്രയും പെട്ടെന്ന് തുലാസ് കലം കൂട്ടാൻ ഇത്രയും വലിയ വാക്കില്ല. മുത്തഫഖുൻ അലൈഹിയായ റിപ്പോർട്ടാണ്. ഇത്രയും വലിയ വാക്കില്ല തുലാസ് കലം കൂടാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 പ്രാവശ്യം. രാവിലെ സുബഹി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക, വൈകുന്നേരം അസ്ർ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. ചെയ്യുമല്ലോ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുതൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, എനിക്കും തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് മാത്രം ഇല്ല, ഈ ഹദീസിൽ മാത്രം സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദി, ഈ ഹദീസിൽ മാത്രം. അതേസമയം എല്ലാം ഉണ്ട്, ദിക്ർ വേറെ ഒരുപാടുണ്ട്. ഒറ്റ ഒന്നിപ്പോ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, വേറെ ഒന്നിപ്പോ പറയുന്നില്ല. ഒറ്റ ഒന്ന് എന്നെങ്കിലും കാണാൻ തൗഫീഖ് കിട്ടിയാൽ ഈ ഒന്നിലുള്ള പുരോഗതി എത്രയുണ്ടെന്ന് നമുക്ക് പരസ്പരം മുദാക്കറ ചെയ്യാം. ഇത് ബാക്കി ആലോചിക്കാം. ഒന്നെങ്കിലും ഇരിക്കട്ടെ. തലബുൽ കുല്ലി ഫൗത്തുൽ കുല്ല് ഒരു വാചകമുണ്ട്. എല്ലാം നേടാൻ മെനക്കുന്നവർക്ക് ഒന്നും കിട്ടൂല. അവിടെ ചെറുത് മനസ്സിലായില്ലേ? ചെയ്യുമല്ലോ അല്ലേ? എന്റെ പേരെന്താ? കൻസ്. ആ കൊള്ളാം. നിന്റെ പേരാ? ഹസൻ. രണ്ടാളും ചെയ്യുമല്ലോ നാളെ രാവിലെ മുതല്. അതാ പറഞ്ഞത്. മനസ്സിലാക്കിക്കൊള്ളുക. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കതാണ്, അല്ലാഹ് നീ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹ് നിന്റെ ഉലൂഹിയത്തിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പഠിച്ചവനെ, നിന്റെ റുബൂബിയ്യത്ത് അല്ലാഹുവേ. പഠിച്ചോ എന്ന് പറയുന്നത് ശരിയല്ല, അല്ലാഹുവേ. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. അള്ളാഹുവിന്റെ അസ്മാകളെ വേറെ ഒരു ഭാഷയിലും പറയാൻ നമുക്ക് അധികാരമില്ല. അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന് അള്ളാഹു തന്നെയാണ്. ഒരു കാരണവശാലും ദൈവം എന്ന് പറയാൻ പറ്റുകയില്ല. അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന് ദൈവം എന്ന അർത്ഥമില്ല. കാക്കയ്ക്ക് ഈച്ചയെ ആരാധിക്കുന്നവനിക്ക് ഈച്ച ആരാം മലയാളത്തിൽ? പൂച്ചയെ ആരാധിക്കുന്നവനിക്ക് പൂച്ച, ലിംഗത്തെ ആരാധിക്കുന്നവനിക്ക് ലിംഗം, പെരിച്ചായി ആരാധിക്കുന്നവനിക്ക് പെരിച്ചായി, ദൈവം. എങ്കിൽ അള്ളാഹു എന്ന ജലാലത്തിന്റെ പേര് അർത്ഥം ദൈവം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവിക്കാൻ പാടില്ല. ഇതിനേക്കാൾ വലിയ അതുപോലെ കേരളക്കാർ ചെയ്യാനില്ല. അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന് ദൈവം എന്ന അർത്ഥം വെക്കുന്നത് ഉലമാക്കളായാലും ശരി, ഉമറാക്കളായാലും ശരി, ദായികളായാലും ശരി, അത് തിരുത്തിയേ പറ്റൂ. ഇപ്പൊ ഞാനായാലും ശരി. ഖാലിഖ് എന്ന വാക്കിന് പടച്ചവൻ അർത്ഥം വെക്കാൻ പറ്റോ? എന്റെ പേര് അബ്ദുള്ള എന്നാണ്. അവനെല്ലാം അറിയാലോ. വേറൊരു പേരും കൊണ്ട് എനിക്ക് എന്താ അറിയോ? ചുഴലി. എന്നോട് പലരും ചോദിക്കും, ഉസ്താദിന്റെ ഡിഗ്രി എന്താ? ഞാൻ പറയും ചുഴലി. വേറെ ഡിഗ്രി ഒന്നും എനിക്കില്ല. ഞാൻ പള്ളി കുറച്ച് കിത്താവതി പഠിച്ച നാടൻ മൊയിലിയാരാണ്. ഒരു ഡിഗ്രിയും ഇല്ല. ആകെ അള്ള തന്ന ഡിഗ്രിയാണ് ചുഴലി എന്നുള്ള ഡിഗ്രി. എന്നോട് ആലപ്പുഴയിൽ നിന്നൊരു മുസ്ലിയാർ ചോദിച്ചു, മൗലവി സാഹിബിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുഴലി രോഗം പിടിക്കാറുണ്ടോ? മലബാറുകാർക്ക് ചുഴലി എന്താണെന്ന് അറിയില്ല, തെക്കൻ കേരളക്കാർക്ക് അറിയാം ചുഴലി എന്താണെന്ന്. അപസ്മാരത്തിനാണ് ചുഴലി എന്ന് പറയാ തെക്കൻ കേരളക്കാർ.
അല്ലേ? തിരുവനന്തപുരക്കാരൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എഴുതി കൊടുക്കേണ്ട ഇത് ഫോറം ഇല്ല, ഫോറം. ആ ഫോറത്തിൽ ആദ്യം അഡ്രസ് എഴുതി കൊടുത്ത് ചുഴലി അബ്ദുള്ള മൗലവി, PO ചുഴലി എന്നൊക്കെ. അതിന് ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, ചുഴലി രോഗം പിടിപെടാറുണ്ടോ? ലൈസൻസിന്റെ അപേക്ഷ കൊടുക്കണ്ട, ലൈസൻസിന് ചുഴലി രോഗം പിടിപെടാറുണ്ടോ? എന്നോട് മൗലവി വെച്ചങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ചുഴലി രോഗം പിടിക്കാറുണ്ട്, അതുകൊണ്ടാണ് ചുഴലി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പോലത്താക്ക് ചിലപ്പോൾ ചുഴലി രോഗം പിടിച്ചെന്ന് വരും, അതുകൊണ്ടാണ് എന്റെ ചുഴലി എന്ന് വിളിക്കുന്നത് പറഞ്ഞു. ഇപ്പൊ ഒന്നല്ല, 20 കൊല്ലം മുമ്പ് ആലപ്പുഴയിൽ വെച്ച്. എന്തെല്ലാം കഥയാ സുഹൃത്തുക്കളെ. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്തേലും പറഞ്ഞ ഹസ്രത്ത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അബ്ദുള്ള എന്നെ പേര്. അപ്പൊ നിങ്ങൾ ഒരു മലയാളം പണ്ഡിറ്റ് കൂട്ടത്തിലുണ്ട്, മലയാളം MA കാരൻ. ഏപ്പം ഡിഗ്രി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ ദുനിയാവിന്റെ മറ്റൊരു ബന്ധം എനിക്കില്ല. നിങ്ങൾ എന്നെ വിളിച്ചു ദേവദാസ മുസ്ലിയാരെ എന്ന് വിളിച്ചാൽ ഞാൻ സഹിക്കോ? എന്താ അബ്ദുള്ളാന്റെ മലയാളം അർത്ഥം? ദേവദാസൻ. എന്നെ ദേവദാസ മൗലവി പ്രസംഗിക്കുന്നു, മസ്കത്ത് ഇസ്ലാഹി സെന്ററിൽ പ്രസംഗിക്കുന്നു ദേവദാസ മുസ്ലിം ചുഴലി ദേവദാസ മൗലവി, ഞാൻ സഹിക്കോ? എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അസ്മാകളുടെ മലയാളത്തിൽ പറഞ്ഞ എങ്ങനെ അള്ളാഹ് സഹിക്കുക? അള്ളാന്റെ പേരാണ് ഖാലിഖ്, അത് പടച്ചോന്നാക്കാൻ നമുക്ക് എന്താ അവകാശം? അറബി ഭാഷന്റെ കസർത്തല്ല അള്ളാന്റെ അസ്മാ. അള്ളാന്റെ അസ്മാ അള്ളാന്റെ പരിശുദ്ധിയുടെ വിശേഷണമാണ്. അതേ നീ തന്നെ പറയണം. അതെങ്ങനെയാണോ അള്ളാഹ് പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് പടച്ചോനെ ഒരു ദുആ ചെയ്യാൻ പറ്റൂല, ഖാലിഖേ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു അക്ബർ. അല്ലാഹു ഇൽമിൽ ബർക്കത്ത് നസീബാക്കി തരട്ടെ. അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ പറ്റി നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് ആ അസ്മാകൾ വെച്ചുകൊണ്ട് അല്ലാഹു ദുആ വദഊ ഫദഊഹു ബിഹാ വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അള്ളാഹ്ക്ക് നല്ല മെച്ചപ്പെട്ട ചില ഇസ്മുകളുണ്ട്, പേരുകളുണ്ട്. ആ പേര് കൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിച്ചോളി, ഇത് അള്ളാഹിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ആ പേരുകൾ മറ്റ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് വിളിക്കാൻ അനുവാദമില്ല. അത് അള്ളാഹുവിന്റെ അസ്മായിലുള്ള ഇൽഹാദാണ്. الذين يلحدون في أسمائه. നമുക്ക് ശീലിച്ചതാണ്. ഇൽമ വരുമ്പോൾ മാറ്റാം, അതാണല്ലോ മുഅ്മിനീങ്ങളുടെ രീതി. ചിലപ്പം 70 വയസ്സ് ജീവിച്ചാൽ 69ാമത്തെ വയസ്സായിരിക്കും ഇൽമ കിട്ടുന്നുണ്ടാവുക. ആ 69 വയസ്സും ജീവിച്ചിട്ടാണ് തള്ളുക, ആ കിട്ടിയ ഇൽമനുസരിച്ച് അമൽ ചെയ്യുക, അതാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. അത് ഞാൻ മുസ്ലിയാരല്ല, ഞാൻ തിരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിക്കാം? എന്തോ വിചാരിച്ചോട്ടെ, എനിക്ക് എന്താ കുഴപ്പം? നിനക്ക് അള്ളാഹുമായിട്ടല്ലേ ഇടപാട്, നിനക്ക് ഹക്ക് അള്ളാഹുമായിട്ടല്ലേ. അള്ളാഹ് എന്തെങ്കിലും വിചാരിക്കലോ നോക്കിയാൽ പോലെ എനിക്ക് മാനവർ എന്താ എന്നെ പറ്റി പറയാൻ നിൽക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഇങ്ങനെയാ കിട്ടിയത്, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇതുവരെ പറഞ്ഞതോ തെറ്റ്. അപ്പൊ നിങ്ങൾ തെറ്റ് പറഞ്ഞതാണോ? ആണ്. ആ തെറ്റ് സമ്മതിക്കാൻ എത്ര ബുദ്ധിമുട്ട്. എന്റെ ബഹുമാനമുള്ളവരെ, ഇമാം മാലിക് റഹിമഹുല്ല മദീന മുനവ്വറയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു, തങ്ങളെ ഉളുണ്ടാക്കുന്ന സന്ദർഭത്തിൽ കാലിന്റെ വിരലുകൾക്കിടയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? മൊത്തത്തിൽ കാല് കഴുകിയാൽ പോരെ? ഇപ്പൊ മാലിക് റഹിമഹുല്ല പറഞ്ഞു, അങ്ങനെ വെള്ളം ചേർക്കണമെന്നുള്ള ഇൽമ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സദസ്സ് പിരിഞ്ഞപ്പോൾ ഒരു താബിഈ വര്യൻ മാലിക് ഇമാമിനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളെ, എനിക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട്, ഇന്നാളിൽ നിന്ന് ഇന്നാള്, അവരിൽ നിന്ന് ഇന്നാള്, അവരിൽ നിന്നാള്. റസൂലുള്ളാഹി തങ്ങൾ ഉളു ഉണ്ടാക്കുമ്പോൾ ഇടത്തെ കൈയിന്റെ ചെറുവിരല് കൊണ്ട് കാലിന്റെ വിരലുകൾക്കിടയിൽ തിക്കകറ്റുന്നത് പറയാൻ ഭാഷയില് വിരലുകളെ കൊണ്ട് തിക്കയറ്റുന്നത് കണ്ടു എന്ന്. അന്ന് അസ്ർ മുതൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് അത് തിരുത്തി, ഞാൻ ഇതുവരെ പറഞ്ഞത് ശരിയല്ല, എനിക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കാലിന്റെ വിരലുകൾക്കിടയിൽ വെള്ളം ചേർക്കേണ്ടത് ആവശ്യമാണ്. എന്താ കുഴപ്പോ? എന്താ ഇമാം മാലിക് അത് പറ്റുമെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ നോക്കാൻ പറ്റാത്ത ഇത്രയുള്ള കാര്യം. ഇൽമ കിട്ടിയ അപ്പ തിരുത്തുക. ഇക്കാലത്തും പറഞ്ഞ് തെറ്റാന്ന് തോന്നിപ്പോയില്ല, എന്നെ പറ്റി എന്റെ മതിപ്പ് പോവില്ല. നിന്റെ മതിപ്പ് നമുക്കറിയാം എത്രത്തോളം ഉണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കൊടുന്നുകൊണ്ട് പറഞ്ഞ വാക്ക്, അല്ലാഹുവേ നിന്നെ ബോധ്യപ്പെട്ടു പഠിച്ചവനെ, നിന്റെ ഉലൂഹിയത്ത് എന്നിട്ട് പഠിച്ചവൻ തന്നെ നിന്നെ ബോധ്യപ്പെട്ടു അല്ലാഹുവേ,
നിന്റെ ഉലൂഹിയത്ത് ബോധ്യപ്പെട്ടു അല്ലാഹുവേ, നിന്റെ റുബൂബിയത്ത് ബോധ്യപ്പെട്ടു അല്ലാഹുവേ. അല്ലാഹ് എനിക്ക് മാപ്പാക്കിത്ത, നീ ഏൽപ്പിച്ച ജോലി നിർത്തിവെച്ചിട്ട് സ്വന്തം താല്പര്യം അനുസരിച്ച് ഇറങ്ങി തിരിച്ചു വന്നവനാണ് ഞാൻ അബദ്ധത്തിലായി പോയി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്താർത്ഥം? ആരവാച്ചത്? യൂനുസ് നബി. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു മഅബൂദ് ഇല്ല പഠിച്ചവനെ, ഇല്ല അല്ലാഹുവേ. സുബ്ഹാനക, നിന്നെ പറ്റി ആരെന്ത് പറഞ്ഞാലും ചിന്തിച്ചാൽ അത് അബദ്ധമാണ്, അത് ഞാൻ തിരുത്തുന്നു അല്ലാഹുവേ. എന്നെ നീ ഏൽപ്പിച്ച റിസാലത്തിന്റെ ജോലി, നീ ഏൽപ്പിച്ച നുബുവത്തിന്റെ ജോലി, 10,000-കണക്കിന് ജനങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ജോലി, അവരെന്നോട് കാണിച്ച അനീതി, അവരെന്നോട് കാണിച്ച രീതികേട്, അക്രമം, അവരെന്നോട് കാണിച്ച പീഡനം, ഇതൊക്കെ സഹി കെട്ടിട്ട് പുറപ്പെട്ടാണ് പഠിച്ചവനെ. അബദ്ധം വന്നുപോയി. ഈ മത്സ്യം നിന്നെ അനുസരിക്കുന്നത് പോലെ ഞാൻ അനുസരിക്കേണ്ടതായിരുന്നു, ഞാനത് ചെയ്തില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ കുറ്റഞ്ഞപ്പോനായി പോയി പഠിച്ചവനെ, ഞാൻ അപകടകാരിയായി പോയി പഠിച്ചവനെ. അല്ലാഹുവേ, ഞാൻ ചെയ്തത് ശരിയായില്ല അല്ലാഹുവേ, എനിക്ക് നീ മാപ്പാക്കിത്ത അല്ലാഹുവേ. എന്താ കാര്യം? ആരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബിക്ക് തർബിയത്ത് കിട്ടിയത്? അങ്ങോട്ടത് മത്സ്യത്തെ ഉപയോഗിച്ചു അല്ലാഹു തആല. ഇതാണ് അല്ലാഹുവിന്റെ രീതി. അമ്പിയാ മുസ്ലിങ്ങൾക്ക് പോലും തർബിയത്തിന് വേണ്ടി മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ ഉപയോഗിച്ചു അല്ലാഹു തആല. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ സംവിധാനത്തെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ പ്രപഞ്ച നിർമ്മാണത്തിന്റെ രഹസ്യത്തെ സംബന്ധിച്ച്, മനുഷ്യൻ എന്ന സൃഷ്ടിയിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന താല്പര്യത്തെ സംബന്ധിച്ച് എത്രത്തോളം ശക്തമാണ് അള്ളാന്റെ വഹദാനിയത്ത് അടിമകളുടെ മേൽ നടപ്പിലാക്കാൻ അല്ലാഹു തആല കാണിക്കുന്ന ജാഗ്രത, അല്ലാഹു തആല കാണിക്കുന്ന നിർബന്ധം. അല്ലാഹു അല്ലാത്തൊരു ശക്തി, അല്ലാഹു അല്ലാത്തൊരു വ്യക്തി, അല്ലാഹു അല്ലാത്തൊരു വസ്തു, അല്ലാഹു അല്ലാത്തൊരു ശൈഖ്, അല്ലാഹു അല്ലാത്തൊരു വലി, അല്ലാഹു അല്ലാത്തൊരു ബീവി, അല്ലാഹു അല്ലാത്തൊരു ബാവ, അല്ലാഹു അല്ലാത്തൊരു ജിന്ന്, അല്ലാഹു അല്ലാത്തൊരു മലക്ക്, അല്ലാഹു അല്ലാത്തൊരു വസ്തു, അല്ലാഹു അല്ലാത്തൊരു ശക്തി ഇല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിച്ചിരിക്കുന്ന തർബിയത്ത് പൂർത്തിയാക്കി. യൂനുസിന് ബോധ്യപ്പെട്ടു, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഞാൻ എല്ലാ പഞ്ചപുച്ഛവും അടക്കി അല്ലാഹുവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എനിക്ക് സ്വന്തം താല്പര്യങ്ങളില്ല, എനിക്ക് സ്വന്തം തീരുമാനങ്ങളില്ല, എനിക്ക് സ്വന്തം ഏർപ്പാടുകളില്ല. എല്ലാം എന്റെ അല്ലാഹ് കൽപ്പിച്ചതുപോലെ, എല്ലാം എന്റെ അല്ലാഹ് ഏൽപ്പിച്ചതുപോലെ എനിക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ തിരിച്ചു പോകാൻ തയ്യാറാണ്. അല്ലാഹു തആല മത്സ്യത്തിന്റെ കൊടുത്ത വഹിയെ യൂനുസിനെ എവിടെന്നാണോ കയറ്റിയത്, എവിടെന്നാണോ യൂനുസ് യാത്ര പുറപ്പെട്ടത്, അവിടെ കൊണ്ടുപോയി വിടാൻ. മത്സ്യം ബഹുമാനപ്പെട്ട യൂനുസ് കപ്പലിൽ കയറിയ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. യൂനുസ് ആ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി വീണ്ടും ദഅവത്തിന്റെ ജോലി പുനരാരംഭിച്ചു. ആ 10,000 ജനങ്ങൾക്കും അല്ലാഹു ഹിദായത്ത് നൽകി. യൂനുസ് നബി സന്തോഷവാനായി, ജനങ്ങളും സന്തോഷവാനായി, എല്ലാവരും മുഅ്മിനീങ്ങളും മുവഹ്ഹിദുകളുമായി ജീവിച്ചു മരിക്കുകയും ചെയ്തു. ഇതാണ് ദഅവത്തിന്റെ വിഷയത്തിലും തൗഹീദിന്റെ വിഷയത്തിലും അല്ലാഹു തആല കാലാകാലം സ്വീകരിക്കുന്ന പ്രൊസീജർ. ഇത് മനസ്സിലാക്കിയിരിക്കണം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇനി അങ്ങോട്ട് ചരിത്രം ഇനിയും പരിശോധിക്കും. ഒരുപാട് സംഭവങ്ങൾ പരിശോധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ എന്ന സൃഷ്ടിയെ ഇത്രയും ബൃഹത്തായ ഒരു പ്രോഗ്രാമുമായിട്ട് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചതിന്റെ രഹസ്യം ഇതാണ്. എന്നിട്ട് അല്ലാഹു തആല ഭൂമിയിലെത്തിയ മനുഷ്യന്റെ 1-ാം നമ്പറുകാരന് നുബുവത്ത് നൽകി, നബിയായി. അല്ലേ? ആദം ആരാണ്? നബിയാണ്. ആരിലേക്ക്? ആരാ മനുഷ്യനുള്ളത്? ആദമിൻ നബിയാണ്. ആരിലേക്ക്? സ്വർഗത്തിലേക്ക്, ആദമിലേക്ക്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നുബുവത്തു ലിത്തർബിയ വൽരിസാലത്തു ലിദ്ദഅവ. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്, റിസാലത്ത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ട് ആദം നബിയായി റസൂലായില്ല? ദഅവത്തിന്റെ ആവശ്യം നേരിടാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ആദം റസൂൽ, അതിനുശേഷമുള്ള നബി ശീസ് നബി റസൂലായില്ല? ദഅവത്തിന്റെ ആവശ്യം നേരിടാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ഇദ്രീസ് നബി റസൂലായില്ല? ദഅവത്തിന്റെ ആവശ്യം നേരിടാത്തതുകൊണ്ട്. എന്തുകൊണ്ട് നൂഹ് നബി റസൂലായി? ദഅവത്തിന്റെ ആവശ്യം നേരിട്ടതുകൊണ്ട്. എന്താ കാര്യം? വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്നിത്ര മതി.
എനിക്ക് വയ്യ, എനിക്ക് മെല്ലെ പറയാൻ അറിയില്ല, അതൊരു കുഴപ്പമാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടും ഈ മൈക്ക് എന്തോ അള്ളാഹു ആലം. അസ്ബാബുകളിൽ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അള്ളാഹ് തീരുമാനിച്ചല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നാളെ വല്ല പരിപാടിയുണ്ടോ? എവിടെയാ? നാളെ ഇല്ല. നാളെ റെസ്റ്റോ? മോമിനികൾക്ക് എന്ത് റെസ്റ്റാ? അങ്ങനൊന്നുമില്ല. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും അടുത്ത വെള്ളിയാഴ്ച വരെ ഒറ്റ ദിവസം ഒഴിവാക്കാൻ പാടും. ഉള്ള സമയം ഉണ്ടാക്കി ഓടട്ടെ, കുറച്ച് ഒരാഴ്ചയല്ലേ ഓടണ്ടുള്ളൂ, പിന്നെ ഓടണ്ടില്ലല്ലോ, പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ. കുറച്ച് ഉറക്കം ആകെ ഒരു ദിവസം എത്ര ഉറങ്ങേണ്ടത്? 3 മണിക്കൂർ ഉറങ്ങിയാൽ ദാഹത്തുള്ള ഉറക്കാം. 12 മണിക്കൂർ ഉറങ്ങിയാൽ ഒരു 5 മണിക്കൂർ ഉറങ്ങാം സുബിയാവുന്ന വരെ. പറ. നാളെ എന്തോ ചെറിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് 3/4 മണിക്കൂർ ഒരാഴ്ച അള്ളാഹുവിനെ കേൾക്കാൻ, അള്ളാഹുവിനെ പറയാൻ, അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്യാൻ. എന്താ പറഞ്ഞത്? ഇദാ റഅയ്ത ഖൗമൻ യദ്കുറൂന അല്ലാഹ ഫജ്ലിസ് മഅഹും. അള്ളാഹിനെ പറ്റി പറയുന്ന ഒരു സദസ്സ് കണ്ടാൽ നീ ഒന്നിച്ചിരുന്നോ. ഇൻ കുന്ത ആലിമൻ, നീ ആലിമാണെങ്കിലും ഇരുന്നോ. യൻഫഉക ഇൽമുക, നിന്റെ ഇൽമു ഉപകരിക്കും. വഇൻ കുന്ത ജാഹിലൻ, നീ ജാഹിലാണെങ്കിലും ഇരുന്നോ. യൻഫഅല്ലമൂക, ആ സദസ്സിൽ നിന്ന് വല്ലതും നിനക്ക് പഠിക്കാൻ പറ്റും. ഇനി നീ ഒന്നുമല്ല, ആലിമുമല്ല, ജാഹിലുമല്ല, ആ സദസ്സിലെ ഭാഷയെന്ന് എനിക്കറിയില്ല, എന്നാലും നീ പോയിരുന്നു അള്ളാഹിനെ പറ്റിയാ പറയുന്നതെങ്കിൽ എന്താ കാര്യം? ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. അള്ളാഹിനെ പറ്റി പറയുന്ന മജ്‌ലിസ് ആയതുകൊണ്ട് ആ റഹ്മത്ത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. അള്ളാഹുവിനെ അല്ലാതെ, അള്ളാഹുവിനെ പറ്റി അല്ലാതെ മഖ്ലൂക്കിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സ്, ഷെയ്ഖിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സ്, വലിയിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സ്, മലക്കിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സ്, ജിന്നിനെ പറ്റി ചർച്ച ചെയ്യുന്ന സ്ഥലത്ത്, ഏത് സ്ഥാനത്ത്? അള്ളാഹുവിന്റെ സ്ഥാനത്ത്. അവരെ പറ്റി പഠിക്കേണ്ടതല്ലേ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അള്ളാഹിനെ പറ്റി പറയുന്ന സ്ഥാനത്ത് നീ പറയുന്ന മഖ്ലൂക്കിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഫലാ തജ്ലിസു മഅഹും, അവരൊന്നിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഇൻ കുന്ത ആലിമൻ ലാ യൻഫഉക ഇൽമുക്, നീ ആലിമാണെങ്കിൽ ഇരിക്കരുത്, നിന്റെ ഇൽമിന് ഒരു ഉപകാരം ആ സദസ്സിൽ ഉണ്ടാവില്ല. മത്തിപ്പിടി പറ്റി പൊന്നുറ്റാരി ഉണ്ടാവും. വഇൻ കുന്ത ജാഹിലൻ, അഥവാ നീ ജാഹിലാണെങ്കിലോ യസ്ദുക ഖയ്യ, നിന്റെ വഴികേടിത്തരം വർദ്ധിക്കും. വർദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? കൂടിയില്ലേ? 3-4 പതിറ്റാണ്ട് കാലം അള്ളാഹുവിന്റെ വഹദാനിയത്ത് മാത്രം ശബ്ദിച്ചും സംസാരിച്ചും ശീലമുള്ള നാവുകൊണ്ട് അള്ളാഹിനെ പറ്റിയുള്ള ചർച്ച മാറ്റിവെച്ചൊരു 2 കൊല്ലക്കാലമായി മഖ്ലൂക്കിന്റെ പോരിശയോ മഖ്ലൂക്കിന്റെ മനാക്കിബോ പറയാൻ ഗതികെട്ടു പോയില്ലേ നാം? സംഭവിക്കാൻ പാടുണ്ടോ ഈ സമുദായത്തിന്? സംഭവിക്കാൻ പാടുണ്ടോ ഈ സമുദായത്തിന്? അതുകൊണ്ടാണ് പറഞ്ഞത് ഫലാ തജ്ലിസു മഅഹും, സദസ്സിൽ പോയിരിക്കരുത് അള്ളാഹു അല്ലാത്തവരെ പറ്റി ചർച്ച ചെയ്ത സദസ്സിൽ. എന്തുകൊണ്ട്? നിന്റെ ഇൽമിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്, റസൂലിനെ പറ്റിയുള്ള അറിവ്, ആഖിറത്തെ പറ്റിയുള്ള അറിവ്, ഈ അറിവിന് നിനക്കൊരു ഉപകാരം കിട്ടുകയില്ല സദസ്സിൽ. നീ ജാഹിലാണെങ്കിലോ യസ്ദുക ഖയ്യ, നിന്റെ ഇൽമെല്ലാം കെട്ടുപോയി, നിന്റെ ഇതുവരെയുള്ളതെല്ലാം നഷ്ടപ്പെട്ട് നിനക്ക് വഴികേടിത്തരം വർദ്ധിക്കുകയാണ് ചെയ്യുക. നീ കൂടുതൽ അപകടകാരികളാണ് ചെയ്യുക സദസ്സിൽ പോയിരുന്നാൽ. ഇനി ഇത് രണ്ടുമില്ല, നീ ആലിമുമല്ല ജാഹിലുമല്ല, നിനക്ക് ആ സദസ്വറ്റ് വേറെ ബന്ധങ്ങളൊന്നുമില്ല, വെറുതെ പോയി ഇരുന്നതാണ്, എന്നാലും ഇരിക്കരുത്. എന്താ കാര്യം? അള്ളാഹുവിന്റെ കോപം ആ സദസ്സിലിറങ്ങാൻ സാധ്യതയുണ്ട്. ആ കോപത്തിൽ നീ ഇരയാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു എത്ര ആളെന്നുള്ളതല്ല, നമുക്കെന്നും അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ ഭൂമി മണൽത്തരികൾ നാളെ ആഖിറത്തിൽ അല്ലാഹുവിനെ പറ്റി സാക്ഷിയാവണം പറഞ്ഞതിന്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയുന്ന ദിവസം. ചോദിച്ചു സഹാബാക്കൾ, മാ അഖ്ബാറുഹാ യാ റസൂലല്ലാഹ്, ഈ ഭൂമിക്ക് എന്താണ് പറയാനുള്ളത് നബിയെ? അപ്പോൾ പറഞ്ഞു, ഓ സഹാബാക്കളെ, ഭൂമിയുടെ പൊന്തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആണായാലും പെണ്ണായാലും, അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചു, അതിന് സാക്ഷിയായ കല്ല്, മുള്ള്, മൂർക്കൻ പാമ്പ്, മുരട്, മൂച്ചകൾ എല്ലാം
ചപ്പ് ചവറ് എല്ലാം ഉറുമ്പ് ഈച്ച മുഴുവനും ഇവകൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിളിക്കപ്പെടുന്ന സാക്ഷികളാണ്. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നാണ് ഇന്നത് നിന്നെപ്പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെപ്പറ്റി അല്ലാതെ ശൈത്താൻ അനുയായികളായിട്ട് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ് എന്ന് ഓരോ ജീവിയെ കൊണ്ടും വസ്തുവിനെ കൊണ്ടും അള്ളാഹ് പറയിപ്പിക്കും. ഹാദിഹി അഖ്ബാറുഹ, അതായിരിക്കും നാളെ ഭൂമിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. എങ്കിൽ നാം താമസിക്കുന്ന ഭൂമി നാളെ ആഖിറത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കുറെ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കണം. നബിമാരെയും സാക്ഷികളെയും കൊണ്ടുവരുന്ന ദിവസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ കുറെ ഈച്ചകളും പാറ്റകളും എങ്കിലും നാം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ദിവസങ്ങൾ നാം സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹിനെ കേൾക്കാൻ, അള്ളാഹുവിനെ പറ്റി പറയുന്ന മജ്‌ലിസിൽ അള്ളാഹുവിന്റെ റഹ്മത്തുമായി പൊതിയാൻ, മലക്കുകളുമായിട്ടൊരു സുഹബത്ത് ഉണ്ടാക്കാൻ, മലക്കുകളുമായിട്ടൊരു സഹവാസം ഉണ്ടാക്കാൻ നമ്മൾ മെനക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് പറഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കും പിന്നെ പറയുക. വരുന്ന വെള്ളിയാഴ്ച വരെ അള്ളാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ബിഇദ്നില്ല, അള്ളാഹിന്റെ സമ്മതവും അള്ളാഹിന്റെ തൗഫീഖും അവന്റെ സഹായവും ഒക്കെ അള്ളാഹു തആല നമുക്ക് അനുകൂലമാക്കിയെങ്കിൽ നമുക്ക് കൂടാം. എന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ നാടുമായിട്ട് ഒരു പരിചയമില്ല, ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ആരും കണക്കൂട്ടാൻ ശരിയാവില്ല. അതുകൊണ്ട് നാളത്തെ പരിപാടി എന്താ തീരുമാനിച്ചത് പറഞ്ഞു. അള്ളാഹു തആല പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ താക്കത്തും ഖുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ട്യൂമർ രോഗികൾ, ഹാർട്ട് രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, ചിലർ ആശുപത്രികളിൽ, ചിലർ വീടുകളിൽ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല പരീക്ഷണാർത്ഥം അവരിൽ നിന്ന് തിരിച്ചെടുത്ത ആഫിയത്ത് ഔദാര്യത്തോടെ അള്ളാഹു അത് മടക്കി കൊടുക്കുകയും മരിക്കുന്നത് വരെ അത് നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്ക് ആർക്കും അത്രയും രോഗങ്ങളൊന്നും വരാതെ അള്ളാഹ് കാക്കുകയും നമുക്ക് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് തന്ന ഈ ആഫിയത്ത് ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നവരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, അഞ്ചന്മാർ, ചേട്ടന്മാർ, പെങ്ങന്മാർ, ഭാര്യ, ഭർത്താക്കന്മാർ, വേണ്ടപ്പെട്ടവർ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ ആ കാത്തിരിപ്പിൻ്റെ ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല റാഹത്തിൽ കഴിയുകയാണ്. മറ്റു ചിലർ അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ, വിഷമത്തിലും പ്രയാസത്തിലുമാണ്. അള്ളാഹു എല്ലാവരെയും അവൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ വിശാലമായ അനുഗ്രഹം കൊണ്ടും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ അവരിൽ ചെന്ന് ചേരാനും അവരെയും കൂട്ടി സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിലെത്താനും നമ്മുടെ തൗഹീദിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് റാഹത്തായി, അള്ളാഹ്ക്ക് തൃപ്തിയായി, അള്ളാഹ്ക്ക് സന്തോഷമായി, അള്ളാഹ് അത് പരിഗണിച്ച് അള്ളാഹിൻ്റെ അയൽവക്കക്കാരായി അബദുൽ ആബാദ് കഴിഞ്ഞുകൂടാനും എന്താണോ അള്ളാഹു നിശ്ചയിച്ചത് അത് മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك. പറയും, അതൊക്കെ നമ്മൾ പറയേണ്ടതാണ്. മജ്‌ലിസിന്റെ കഫാറത്താണ് റസൂലുള്ളാഹി തങ്ങൾ പറയും. ഏത് സദസ്സിലിരുന്നാലും പിരിഞ്ഞു പോകുമ്പോൾ ഇത് പറഞ്ഞാൽ ആ സദസ്സിൽ നിന്നുള്ള എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ വാക്കിലോ പ്രവൃത്തിയിലോ അത് അള്ളാഹു അപ്പം തന്നെ പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പറ, സുബ്ഹാനക്കല്ലാഹുമ്മ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത